ഞാൻ വിശ്വസിക്കുന്നു ദൈവജനം അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ സഭയിൽ അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തി പോലും കാണത്തില്ല. പ്രാർത്ഥന ദാസനെ ആത്മീയശുശ്രൂഷ ക്ഷണിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷവും പ്രത്യാശയും വിശ്വാസമുള്ള ദൈവമക്കളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നിരന്തരമായി നടക്കുന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദീർഘവർഷത്തെ ആത്മീയ ബന്ധം മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒരഗ്നിജ്വാല പോലെ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുന്ന, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അനീഷ് പാസ്റ്റർ കുടുംബം, പ്രത്യേകം കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഞാൻ വന്ദനം പറയുന്നു. ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ വർഗീസ് പാസ്റ്ററെ പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുന്നു. സ്റ്റേജിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ജെയ്സൺ പാസ്റ്ററെ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ പാസ്റ്റേഴ്സായ അഭിഷിക്തന്മാരെ കർത്താവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ സഭയിലുള്ള എല്ലാ പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കർത്താവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ ലൈവിലൂടെ കാണുന്ന ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. സ്തോത്രം. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുള്ളവരുണ്ട്? മുമ്പ് ഞാനിവിടെ വന്നതായിട്ട് ഓർക്കുന്നില്ല, വന്നിട്ടുണ്ടോയെന്നും അറിയത്തില്ല. സ്തോത്രം. എങ്കിലും നിങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടെ വരാൻ കർത്താവ് ഭാഗ്യം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്, ആരാധിക്കുന്ന ദൈവമക്കളാണ്, നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിക്കുന്നവരാണ്. നിങ്ങളുടെ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരഭിഷക്തനാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പോയി നൂറുകണക്കിന് യോഗങ്ങളിൽ, ഉണർവ് യോഗങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഒരഭിഷക്തനാണ്. സ്തോത്രം. ആ അഭിഷക്തൻ്റെ കൈക്കീഴിൽ വളരുന്ന ദൈവമക്കളാകുമ്പോൾ അതുപോലെ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ സ്വദേശം കുണ്ടറയാണ്. കുണ്ടറ കൈതക്കോടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഈ വചനം പ്രസംഗിക്കുകയാണ്. 10 വർഷം വടക്കേ ഇന്ത്യയിലായിരുന്നു. വടക്കേ ഇന്ത്യ, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ഇങ്ങനെ ഉത്തരഭാരതത്തിൻ്റെ പല ഇടങ്ങളിൽ 10 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. 85 ഈ വചനം പ്രസംഗിക്കുവാൻ ഇറങ്ങിയത്. 85 മുതൽ 95 വരെയുള്ള കാലഘട്ടം ഉത്തരഭാരതത്തിലായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എൻ്റെ യൗവനകാലം മുഴുവനും വടക്കേണ്ടി ചെലവഴിച്ചു. ഒത്തിരി കഷ്ടതകളും വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അടികളും ഇടികളും ഉപദ്രവങ്ങളും ഒക്കെ ആ കാലങ്ങളിൽ ഉത്തരഭാരതത്തിൽ സഹിച്ചു. സ്തോത്രം. അവിടെ ആ കാലങ്ങളിൽ ആരംഭിച്ച സഭകളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭകളായി കർത്താവിനെ സേവിക്കുന്നു. ഇപ്പോൾ ഞാൻ കുണ്ടറ കൈതക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് വേല ആരംഭിച്ചിട്ട് ഇപ്പോൾ 30 വർഷമായി. 95 രാജസ്ഥാനിൽ നിന്ന് വന്ന് അവിടെ ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. സ്തോത്രം. അതാണ് കൈതക്കോട് IPC സഭ. സ്തോത്രം. 150 പരം ദൈവമക്കൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ ഫെയ്ത്ത് ഹോമിൽ പാർക്കുമ്പോൾ തന്നെ ദൈവം അയക്കുന്നിടത്തൊക്കെ കടന്നു പോകാനും ശുശ്രൂഷിപ്പാനും ദൈവം സഹായിക്കുന്നു. 2 മക്കളുണ്ട്. മൂത്ത മോൻ കുടുംബമായി ദുബൈയിൽ അവർ ജോലി ചെയ്യുന്നു. ഇളയ മകൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ കലയവരം ട്രിനിറ്റി ബൈബിൾ കോളേജിൽ അധ്യാപകനായി വചനം പഠിപ്പിക്കുന്നു. അവൻ്റെ ഭാര്യ ഷാർജയിൽ ജോലി ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ വേലയിൽ അങ്ങ് പോകുക. സ്തോത്രം. ഇവിടം വരെയും കർത്താവ് തൻ്റെ കൃപയിൽ പരിപാലിച്ചു. നിങ്ങളെപ്പോലെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെപ്പോലെയുള്ളവിടെ നിലനിൽപ്പ്. സ്തോത്രം. സന്തോഷമുണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ.
വളരെ ദൈവദിനം പ്രാർത്ഥനയോടെ ഇരിക്കണം. സ്തോത്രം. ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾ വചനം കേൾക്കാൻ ദാഹത്തോടെ ഇരിക്കുന്നവരുണ്ട്? വചനം കേൾക്കാൻ ദാഹമുള്ളവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം ദൈവവചനമാണ്. സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാനും കടന്നു വരും. സ്തോത്രം. എല്ലാം പരിശുദ്ധാത്മാവ് ഭംഗിയായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് വഴി വിടുതൽ നടക്കും. സ്തോത്രം. നാം ദൈവവചനം വായിക്കുന്നത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഉറക്കെ പറഞ്ഞാട്ടെ. സഭ ശ്രദ്ധയോടെ സ്തോത്രം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അറയിൽ മിന്നലടിക്കാനിടയായി. ആയുസ് തുറക്കത്തില്ലെന്ന് പറഞ്ഞ് അടച്ചിട്ട അറയ്ക്കകത്ത് ഒരു മിന്നലടിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ചെല്ലാൻ പറ്റാത്ത ചില മേഖലയിൽ സ്വർഗം ഇന്നൊരു മിന്നൽ അടിപ്പിക്കുന്ന പകൽക്കാലമാണ്. ദൈവം എൻ്റെ ശരീരത്തിലൊരു മിന്നൽ അടിപ്പിക്കും. ദൈവം എൻ്റെ ഭവനത്തിലൊരു മിന്നൽ അടിപ്പിക്കും. ആയുസ് പുറത്തു വരുത്തില്ലെന്ന് പറഞ്ഞ് ആയുസ്സിനെ ബന്ധിച്ച് അടച്ചിട്ട അടപ്പുകൾ ഇന്നൊരു പകൽക്കാലം പൊട്ടിച്ച് പുറത്തു വരുന്ന പകൽക്കാലമാകയാൽ അകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, അന്യഭാഷകളിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ പ്രാർത്ഥന ഒരു വിടുതലായി മാറട്ടെ. ഓ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ സ്തുതിച്ചോണം. അഭിഷേകമകത്തുള്ള ദൈവമക്കൾ ആത്മമണ്ഡലത്തിലെ യുദ്ധത്തിനായി യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ ഒരാത്മപകർച്ചയുടെ പകൽക്കാലമാക്കി, ഒരാത്മപകർച്ചയുടെ പകൽക്കാലമാക്കി. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന കുറയ്ക്കരുത്. ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. എന്തുവാ നടക്കുന്നത്? ഉപവാസവും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ഏറിയ സമയം ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഇടയിൽ വചന ശുശ്രൂഷയുണ്ട്. സ്തോത്രം. ഇതെല്ലാം ഭംഗിയായി കർത്താവ് ചെയ്യും. സ്തോത്രം. ഈ ദൈവജനത്തിൻ്റെ ശബ്ദത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചനം പഠിച്ചു നോക്കിയാൽ എവിടെ ജനം ശബ്ദം ഉയർത്തിയോ അവിടെ കോട്ടകൾ തകർക്കപ്പെട്ടു, അവിടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവിടെ അന്ധകാര ശക്തികൾ വഴിമാറിപ്പോയി. സ്തോത്രം. എന്നാൽ എവിടെ ജനം മൗനം പാലിച്ചിരുന്നോ അവിടെ ജനം ബന്ധിക്കപ്പെട്ടുപോയി, അവിടെ വാതിലുകൾ അടയപ്പെട്ടുപോയി, വഴികൾ അടയപ്പെട്ടുപോയി. അതുകൊണ്ട് ഈ 9ാമത്തെ പകൽക്കാലം ദൈവമക്കൾ വാ പൂട്ടിയിരിക്കരുത്. സ്തോത്രം. ഈ യിരെമ്യാവെന്ന് പറയുന്ന ഒരു പ്രവാചകനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. സ്തോത്രം. ഈ ഇങ്ങാരൊരിക്കൽ കയറി, സ്തോത്രം, യിരെമ്യാ 33 അധ്യായം ആരും വായിക്കണ്ട. 33 അധ്യായം വായിക്കുമ്പോൾ അങ്ങാര് കയറി ഒരിക്കലും അവിടുത്തെ രാജാവിനോട് ദൂത് പറഞ്ഞു. ആരോടെ കയറി പറഞ്ഞ്? രാജാവിനോട് കയറി ദൂത് പറഞ്ഞു. സ്തോത്രം. രാജാവിന് ഈ ദൂത് സുഖിച്ചില്ല. രാജാവിന് ദൂത് എന്ത് ചെയ്തില്ല? കാരണം അത് സുഖിപ്പിക്കുന്ന ദൂതല്ലായിരുന്നു, ദഹിപ്പിക്കുന്ന ദൂതായിരുന്നു. അപ്പൊ സുഖിപ്പിക്കുന്നത് കൊണ്ട്, പിന്നെ ഏതാ? ദഹിപ്പിക്കുന്നത് കൊണ്ട്. നമുക്ക് കേൾക്കാൻ സുഖം ഏതാ? പറ. നമ്മളല്ലേ ഉള്ളു, വേറെ ആരും ഇല്ലല്ലോ. സുഖിപ്പിക്കുന്നതാ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ യിരെമ്യാവ് പറഞ്ഞത് ഏതല്ല? സുഖിപ്പിക്കുന്നതല്ല, പിന്നെ ഏതാ? ദഹിപ്പിക്കുന്നതാ. മടങ്ങി വരവിന്റെ ദൂത, യഥാസ്ഥാനപ്പെടാനുള്ള ദൂത, മാനസാന്തരപ്പെടാനുള്ള ദൂത, ശുദ്ധീകരണത്തിന്റെ ദൂത. അല്ലോ, ഈ ദൂത് രാജാവിനോട് പറഞ്ഞപ്പം രാജാവിന് സുഖിച്ചില്ല. സ്തോത്രം.
ഒരിക്കൽ രാജാവ് ഈ ദൂത് കേട്ടപ്പോൾ കാവൽക്കാരോട് പറഞ്ഞു, ഇവൻ എന്നെ കാണുമ്പോൾ ഒരു ദൂത് പറച്ചില്ല. അത് എൻ്റെ ഗുണമല്ല പറയുന്നത്, എൻ്റെ ദോഷവയം പറയുന്നത്. എപ്പം ദൂത് പറഞ്ഞാൽ യവൻ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്നെ ചെത്തുന്നതും വെട്ടുന്നതും നുറുക്കുന്നതും ശുദ്ധീകരിക്കുന്നതും ഒക്കെയാണ് പറയുന്നത്. സ്വത്രം ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഒരു കാര്യം ചെയ്യ, ഇനി യവൻ വാ തുറക്കരുത്, ഇനി അവന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്, ഇനി അവൻ പ്രസംഗിക്കരുത്, ഇനി അവൻ പ്രവചിക്കരുത്, അവന്റെ ശബ്ദമേ എന്റെ രാജ്യത്ത് കേൾക്കരുത്. അതിന് പിടിച്ചവനെ അടച്ചിടാൻ പറഞ്ഞു. സ്വത്രം കാവൽക്കാർ അവനെ പിടിച്ച് കാവൽപുരമുറ്റത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ അടച്ചിട്ടിടത്ത് കിടന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ അഭിഷേകമുള്ളവനെ എവിടെ അടച്ചിട്ടാലും, ആരാധിക്കുന്നവനെ എവിടെ അടച്ചിട്ടാലും, കൃപയുള്ളവനെ എവിടെ അടച്ചിട്ടാലും, പ്രാർത്ഥിക്കുന്നവനെ എവിടെ അടച്ചിട്ടാലും അവനെ അടപ്പ് പൊട്ടിച്ചിരിക്കും. അകത്ത് കൃപയുള്ള ദൈവവൈതലിനെ ലോകത്തിന്റെ ശക്തിക്ക് അടച്ചിടാൻ പറ്റത്തില്ല. നിന്റെ ശുശ്രൂഷയെ അടച്ചിടാൻ പറ്റത്തില്ല. ആയുസ്സിന് നീ വാ തുറക്കരുതെന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തെ ബലഹീനമാക്കി ബന്ധിച്ചടച്ചിട്ട അടപ്പിന്റെ അന്തായം ഇന്ന് പകൽക്കാലം പൊട്ടിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ അടയ്ക്കപ്പെട്ടിടത്ത് കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് രണ്ട് വിഷയങ്ങളാ. ഒന്ന്, ദൈവമേ ദേശത്തിന്റെ സ്ഥിതി എന്ന് മാറും. രണ്ട്, ജനത്തിന്റെ സ്ഥിതി എപ്പോൾ മാറും. ഇപ്പൊ ജനത്തിന്റെ സ്ഥിതിയും മാറണം, ദേശത്തിന്റെ സ്ഥിതിയും മാറണം. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ജനത്തിനും വിടുതൽ വേണം, ദേശത്തും വിടുതൽ വേണം. സ്വത്രം ഈ വിഷയം യിരെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദേശത്തിനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതും ഇങ്ങനെ എത്തിയിട്ടുണ്ട്, മറുപടി ഞാൻ തരാം. ദേശത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും, ജനത്തിന്റെ സ്ഥിതി മാറ്റാം. പക്ഷെ ഒറ്റ വ്യവസ്ഥ, നിന്റെ ശബ്ദമേ ഞാൻ ഇതുവരെ കേട്ടോള്, ജനത്തിന്റെ ശബ്ദം ഇതുവരെ കേട്ടില്ല. അതുകൊണ്ട് നീ എന്റെ ജനത്തോട് പറ, എനിക്ക് രണ്ട് ശബ്ദങ്ങൾ കേൾക്കണം. ഒന്ന്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുന്നവരുടെ ശബ്ദം. രണ്ടെന്റെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം. ഈ രണ്ട് ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ ശബ്ദത്തിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ ശബ്ദത്തിനകത്ത് ഇറങ്ങി വരുന്ന, നിന്റെ ആരാധനയ്ക്കകത്ത് ഇറങ്ങി വരുന്ന, നിന്റെ സ്തോത്രത്തിനകത്ത് ഇറങ്ങി വരുന്ന ശാലാഭ ശാലാഭ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അകത്ത് ദൈവശക്തി പ്രാപിച്ച ദൈവമക്കൾ, പിതാക്കന്മാർ, മാതാക്കൾ ആത്മമണ്ഡലത്തിൽ പോരാടി. യേശുവിന്റെ നാമത്തില് പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ ജനത്തിന്റെ സ്ഥിതി മാറ്റണമെങ്കിൽ എനിക്ക് എന്തോ കേൾക്കണം? പറ. എന്റെ ജനത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഹലോ, സ്വത്രം. ഈ പ്രാർത്ഥന സ്ഥിതി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഭവനത്തിന്റെ സ്ഥിതി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? തലമുറയുടെ സ്ഥിതി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? നിന്റെ ശരീരത്തിന്റെ സ്ഥിതി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒന്നും ചെയ്യേണ്ട, ദൈവത്തെ ശബ്ദിച്ചോണ്ടിരുന്നാ മതി, ശബ്ദിച്ചോണ്ടിരുന്നാ മതി. ജോൺസൺ കൊണ്ടുപോയി ഇവിടെ വന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചില്ലേലും ദൈവമക്കള് ശബ്ദിക്കാൻ മനസ്സുണ്ടോ? യേശുവിന്റെ നാമത്തില് സ്വത്രം.
ഒരു നീണ്ട പ്രസംഗം കേട്ടില്ലേലും, വലിയ ദൂത് കേട്ടില്ലേലും, നിനക്ക് വിടുതൽ വേണോ? നീ ശബ്ദിച്ചുണ്ടെങ്കിരുന്നാ മതി, വിളിച്ചു കൂവിക്കൊണ്ടിരുന്നാ മതി. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചോണ്ടിരുന്നാ മതി. നിന്റെ വിളിയുടെ മുൻപിൽ അവൻ ഇറങ്ങി വരും. അതുകൊണ്ട് ഈ വചനത്തിന്റെ മുമ്പിൽ ദൈവമക്കൾ ശബ്ദിക്കാതിരിക്കരുത്, ശബ്ദം വെച്ചോണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കണം. സ്തോത്രം. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതിന് നമുക്ക് ഈ കർത്താവ് തൊണ്ട തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്. സ്തോത്രം. വചനം പറയുന്നത് നിന്റെ വായ എങ്ങനെ തുറക്കണം എന്ന് പറഞ്ഞാൽ ശബ്ദം പുറത്തു വരണമെങ്കിൽ, പറഞ്ഞാട്ടെ, ശബ്ദം പുറത്തു വരണമെങ്കിൽ വായ എങ്ങനെ തുറക്കണം? അങ്ങനെ തുറന്ന ശബ്ദം പുറത്തു വരും. നമ്മുടെ ശക്തി നമ്മുടെ ശബ്ദമാണ്. പെന്തിക്കോസുകാർക്ക് ശബ്ദവും കിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം? ബ്രദറുകാരെയൊക്കെ സ്വത്രം സ്വത്രം. പെന്തിക്കോസുകാർക്ക് ശബ്ദമില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം? നമ്മുടെ പവർ നമ്മുടെ ശബ്ദമാണ്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? സമുദായക്കാർക്ക് ഒന്നുമില്ലെങ്കിലും പള്ളി ചെന്നാൽ മധുവ കാണാം, കർട്ടൻ കാണാം, പിന്നെ വിളക്കുണ്ട്, മെഴുതിരിയുണ്ട്, കുരിശുണ്ട്, കാണാൻ നല്ല തിളക്കമുണ്ട്, വിളക്കമുണ്ട്, പുകയുണ്ട്, സ്വത്രം. ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും കാണുമ്പം തന്നെ ഇല്ലേ? ഞാൻ ഓർത്തഡോക്സുകാരാണ്. സ്വത്രം. പള്ളിക്കകത്ത് കയറി ചെന്ന് അവിടെ നിന്നോട് മനോഗുണമില്ലാത്തവന് നിന്നോടാര് ഗുണം ചെയ്യും, ദൈവം നിന്നെ തള്ളുമ്പോൾ ആര് നിനക്ക് തോന്നുന്നത് എന്നൊക്കെ ചൊല്ലുന്നെങ്കിലും അതൊക്കെ കാണുമ്പോൾ നമുക്കെന്തുണ്ട്? അകത്തൊരു നമുക്കിതൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശബ്ദം ബന്ധിക്കപ്പെട്ടു പോയാൽ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. ഇനി ശബ്ദമുള്ള കാലം വരെ ഞങ്ങളെയും കൊള്ളാവൂ. വയ്യാതെ ശബ്ദം എടുക്കാൻ വയ്യ, ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നവരല്ലേ. ശബ്ദവും ഇല്ല, തൊണ്ടയും വയ്യ, സ്വത്രം. ബലഹീനപ്പെട്ട പിന്നെ ഒരു കുഞ്ഞു വിളിക്കത്തോലും ഇല്ലേ? ഇല്ല ഭാഷ ആരും വിളിക്കത്തില്ല, നിശ്വാസമില്ലേ? ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ ശബ്ദമൊക്കെ വലിച്ചു കീറി ഇങ്ങനെ പ്രസംഗിച്ച് കുറേ നാൾ അങ്ങനെ വിളിക്കണ്ട, ഞങ്ങൾക്ക് ശബ്ദമൊന്നും ഇല്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ ഈ ശബ്ദമുള്ള കാലത്തെ ഞങ്ങൾക്ക് വിലയുള്ളു. എന്നെയും വിളിച്ചത് ശബ്ദമുള്ളത് കൊണ്ടാ. വയ്യ അങ്ങനെ അനുശ്വാസ ശബ്ദമില്ല. സ്വത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ശബ്ദം ഉള്ളിടത്തോളം കാലം ആരാധിച്ചോണം. വചനത്തിലോട്ട് വരുക. എല്ലാ ദൈവമക്കളും വേദപുസ്തകം എടുത്താട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം കിട്ടിയ ദൈവമക്കൾ വായിച്ചാട്ടെ. ഉറക്കെ വായിച്ചാട്ടെ മോളെ, ഉറക്കെ വായിച്ചാട്ടെ. ആകാശത്ത് നിന്നു നക്ഷത്രങ്ങൾ പൊരുതി, അവർ സീസരുമായി സ്വഹതികളിൽ പൊരുതി. മതി. ആ വായിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ വായും തുറന്ന് സ്തോത്രത്തിൽ അല്പസമയം ജാഗരിച്ചാൽ. കർത്താവേ, നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങളിൽ ഞങ്ങളെ ഇറക്കണമേ. വചനം ദൂതായി മാറണം, വചനം ദൈവശക്തിയായി വെളിപ്പെടണം. കാട് കത്തുന്ന കാട്ടുതീ പോലെ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ ദൈവത്തിന്റെ വചനത്താൽ ഈ ജനം കത്തിപ്പടരുവാൻ, ആത്മാവിന്റെ ഒരു കത്തൽ ഇവിടെ ഉണ്ടാകാൻ ഈ വചന ശുശ്രൂഷ കർത്താവിന് കൈമാറുകയാണ്. അടിയൻ ക്രിസ്തുവിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുകയാണ്. യേശു ക്രിസ്തു മാത്രമേ ഇവിടെ ഉയർന്നിരിക്കാവൂ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. ആമേൻ. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇങ്ങനെ വായിച്ചത് എന്താണ്? ആകാശത്ത് നിന്ന്, ഉറക്കെ പറഞ്ഞാട്ടെ, എല്ലാവരോടും ഒന്ന് പറഞ്ഞാട്ടെ. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതും. ഉറക്കെ പറയാൻ കഴിയുന്നുണ്ടോ? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതും. ഇന്നത്തെ ദൂത ആകാശത്തുനിന്ന് പൊരുതുന്ന നക്ഷത്രങ്ങൾ. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. ഏതാ? ചരിത്ര പുസ്തകമാണ്. വേദപുസ്തകത്തെ 7 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 7 ഭാഗങ്ങളായി തിരിച്ചാൽ 1-ാമത്തെ ഭാഗം ചരിത്ര ഭാഗങ്ങളാണ്. ഏത് ഭാഗങ്ങളാ പറഞ്ഞേ? ചരിത്ര ഭാഗമാണ്. 2-ാമത്തെ ഭാഗം പ്രവചന ഭാഗങ്ങളാണ്.
മൂന്നാമത്തെ ഭാഗം ഉപദേശങ്ങളാ, നാലാമത്തെ ഭാഗം കീർത്തനങ്ങളാ, അഞ്ചാമത്തെ ഭാഗം സുവിശേഷങ്ങളാ, ആറാമത്തെ ഭാഗം ലേഖനങ്ങളാ, ഏഴാമത്തെ ഭാഗം വെളിപ്പാടുകളാ. സ്വത്രം ഇങ്ങനെ 7 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഏത്? അവർക്ക് പറഞ്ഞാട്ടെ, ചരിത്രഭാഗം. അതിലെ ചരിത്ര പുസ്തകമാണ് ന്യായാധിപ പുസ്തകം. ചരിത്ര പുസ്തകത്തിൽപ്പെട്ടതാണ്. ചരിത്ര പുസ്തകമാകുന്ന ന്യായാധിപ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം ആഴമേറിയ ഒരു മർമ്മമാ. സ്വത്രം ആ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇത് ഒരു പാട്ട, എന്തുവാ? ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസിക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് പാട്ടായി മാറി. ഇത് വെളിപ്പാടായിരുന്നു. വെളിപ്പാട് എന്തുവായി മാറി? അവർക്ക് നമ്മൾ പാടിയ പാട്ട്, നല്ല പാട്ട് ഇവിടെ പാടി ദൈവത്തെ ആരാധിച്ചു. അതൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടാണ് പിന്നത്തേൽ എന്തുവായി മാറിയത്? പാട്ടായി മാറിയത്. വെളിപ്പാട് വേണം പാട്ടായി മാറാൻ. ചിലർ നല്ല വെളിപ്പാട് കണ്ടത് അത് എഴുതി വെക്കും, പിന്നത്തേത് പാട്ടായി മാറും. ഞാൻ വടക്കേണ്ടിയിൽ ശുശ്രൂഷിക്കുന്ന കാലം, കഷ്ടതയുടെ കാലങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ അത് ഡയറിക്കകത്ത് അനുഭവങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. അത് പിന്നത്തേതിൽ ഞാൻ ഇരുന്നത് പാടും. സ്വത്രം. പക്ഷെ എനിക്ക് പാടാൻ പറ്റും, വേറെ ആർക്കും പാടാൻ പറ്റത്തില്ല. അതങ്ങനെ ചിലപ്പോൾ വായിക്കുന്ന പോലെ തോന്നും. അത് ട്യൂണൊന്നുമില്ല, അത് അനുഭവങ്ങളാണ്. സ്വത്രം. ദൈവം തന്ന വെളിപ്പാട് നമ്മൾ പാടുന്നത് നിന്നാതല്ല നാ ദൈവം, അത് ഒരു വെളിപ്പാടാ. സ്വത്രം. കാണുന്നു ഞാൻ അതൊരു വെളിപ്പാടാ. സ്വത്രം. വരുതിയിൽ വണ്ടി, അതൊരു വെളിപ്പാടാ. സ്വത്രം. ദൈവം കൊടുത്ത വെളിപ്പാടാണ് പിതാക്കന്മാരുടെ അതരത്തിലൂടെ പാട്ടാട്ട് എന്ത് ചെയ്തത്? വന്നത്. പിന്നെ ഇന്ന് വെളിവുകേടും എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലേ? വെളിവുകേടും പാടുന്നുണ്ട്. നിങ്ങൾ ആരും വെളിവുകേട് പാടുന്നവരല്ല. വന്നേ വന്നേ സുഗതം വന്നേ, സുഗതന്റെ കെട്ടുപൊട്ടി, അതൊക്കെ അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലയോ? സ്വത്രം. അതൊക്കെ വെളിവുകേട് പാടുക. അതുകൊണ്ട് എല്ലാ പാട്ടും കയറിയൊന്നും എന്ത് ചെയ്യരുത്? പാടരുത്. ആ പാട്ട് പാടി ഇപ്പൊ ഒത്തിരി പാട്ട് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പാട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് വെളിപ്പാടാണോ എന്ന് ശോധന ചെയ്തിട്ട് വേണം ആ പാട്ട് പാടാൻ. സ്വത്രം. അങ്ങനെയുള്ള പാട്ട് പാടിയാൽ അതിൽ നിന്ന് നമുക്കും ഒരു വെളിപ്പാട് കിട്ടും. എന്താ? ആ ന്യായാധിപ പുസ്തകം 5-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. പാട്ട് പാടിയത്. അപ്പൊ ഈ ഭാഗം എന്തുവാ? വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നത് ഒരു പാട്ടിൽ നിന്നാണ്. സ്വത്രം. അവസാനം നമുക്ക് പാട്ട് പാടി ആരാധിക്കാം. സ്വത്രം. അതല്ല, ഇതൊരു പാട്ടാണ്. ഈ പാട്ട് കിട്ടിയത് ദൈവത്തിന്റെ ദാസിയാകുന്ന ലെപ്പീദോത്തിന്റെ ഭാര്യയാകുന്ന ദെബോറയ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാ. സ്വത്രം. വെളിപ്പാട് അവക്ക് കൊടുത്തപ്പോൾ അവളോട് ചേർന്ന് ബാരാക്കും കൂടെ പാടി. പിന്നെ വന്നവരും നിന്നവരും ഇരുന്നവരെല്ലാം കൂടെ ചേർന്ന് പാടി. സ്വത്രം. അതെ, പുറത്തു വരേണ്ട ജനം പുറത്തു വരാൻ കഴിയാതെ കനാന്യരെന്ന് പറയുന്ന ജാതിക ശക്തി ജനത്തെ ബന്ധിച്ച് വരിഞ്ഞു മുറുക്കി, ശാരീരികമായി മാനസികമായി തലമുറകളെ ഉൾപ്പെടെ നീണ്ട 20 വർഷമായി ബന്ധിച്ച് ഇരുത്തിക്കളഞ്ഞു. അങ്ങനെ ഇരുത്തിക്കളഞ്ഞ ജനം ദൈവത്തോട് നിലവിളിച്ചു, ഞങ്ങൾക്കൊരു വിടുതലില്ലയോ? ഞങ്ങളുടെ ഭവനത്തിന് വിടുതലില്ലയോ? ഞങ്ങളുടെ തലമുറയ്ക്കൊരു വിടുതലില്ലയോ? ഞങ്ങൾക്കൊരു വിടുതലില്ലയോ എന്ന് അവർ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ആ നിലവിളി ദൈവം കേട്ടു. ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാം. വരിഞ്ഞു മുറുക്കി വെച്ചേക്കുന്ന ചിലതിനെ ഈ പകൽക്കാലം അതിന്റെ കെട്ടുപൊട്ടിച്ച് പുറത്തെടുക്കുവാൻ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ഒരു കൂട്ടം ദൈവമക്കൾ ഇതിനകത്തുള്ളതിനാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആരാധിക്കേണ്ടവർ ആരാധിക്കാൻ കഴിയാതെ, അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ കഴിയാതെ, അകത്ത് ഒതുക്കി വെച്ചേക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ പുറത്തു വരാൻ കഴിയാതെ, വാഗ്ദത്തങ്ങളെ അടച്ചു വെച്ചേക്കുന്ന അടപ്പുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിച്ച് മാറ്റി യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമം ജയമെടുക്കുകയാണ്. ഇങ്ങനെ ജനത്തെ വരിഞ്ഞു മുറുക്കി മൃഗത്തിന്റെ കഴുത്തിൽ മുഖം വെക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളുടെ യൗവനക്കാരുടെ കഴുത്തിൽ മുഖം വെച്ച്
ഒരു വശത്ത് മൃഗത്തെയും ഒരു വശത്ത് അവരുടെ തലമുറയും ചേർത്ത് വെച്ച് കെട്ടി കനാന്യർ നിലം ഉഴുതുന്ന കാലത്ത് പലതിനെ അടിമപ്പെടുത്തി മാനസികമായി മുറിവേൽപ്പിച്ച് ശാരീരികമായി മുറിവേറ്റ് തകർന്നവരും ഉടഞ്ഞവരുമായി നിരാശയുടെ നീർച്ചാലുകളിൽ ഒരു കൂട്ടം കടന്ന് വലിഞ്ഞു തുഴയുമ്പോൾ അവര് ചിലർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ നിലവിളിക്ക് ഉത്തരം കൊടുക്കുവാൻ, ആ നിലവിളിക്ക് മറുപടി കൊടുക്കുവാൻ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം മുന്നോട്ട് പോകാൻ കഴിയാതെ ശരീരങ്ങളെ ബന്ധിച്ച് ഒതുക്കി വച്ചേക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ കഴിയാതെ തലമുറകളെ വരെ മുഖം വെച്ച് ഒതുക്കിക്കളഞ്ഞ കെട്ടുകൾ ഈ പകൽ ദൈവം പൊട്ടിച്ച് ഓ ശാലാഭ ഓ ദൈവശക്തി 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 യൂഡാബാല ഹസ്തലാദ ഗാദരാദ ഓ ശാലാഭ ദൈവശക്തിയുടെ പകർച്ച ദൈവശക്തിയുടെ പകർച്ച ഓ യൂഡാലാഭ ദൈവശക്തി യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവ പൈതലേ, എന്നും കനാന്യർക്ക് നിന്റെ മേൽ അധികാരം നടത്താൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു ദിവസം ദൈവം നിന്നെ പുറത്തെടുക്കും. ശരീരത്തിന്റെ മേൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന, നന്മയുടെ മേൽ അധികാരം നടത്തുന്ന, ആരാധനയ്ക്കെതിരെ അധികാരം നടത്തുന്ന, ശുശ്രൂഷയ്ക്കെതിരെ അധികാരം നടത്തുന്ന, ദേശത്തിന്റെ ചില അധികാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം വഴിമാറിപ്പോന്ന കാഴ്ച. ഓ ഓ ദൈവശക്തി ദൈവശക്തി ഊഡാലാഭ ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഇങ്ങനെ ദൈവജനം ദൈവത്തോട് നിലവിളിച്ചപ്പോ ആ നിലവിളി ദൈവം കേട്ടു. നിലവിളി ആര് കേട്ടു? ദൈവം കേട്ടു. ദൈവം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികളായ ചില സഹോദരിമാരെ ദൈവം എഴുതിപ്പിച്ചു. അതിലെ ഒരാളുടെ പേര് ലെപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോറ. മറ്റൊരുത്തിയാകുന്നു മോശയുടെ അളിയന്റെ കൊച്ചു മരുമകളാകുന്ന യായേൽ. സ്വത്രം. ഇവര് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ പാർക്കുന്നവര്. ഇവർക്ക് രണ്ടുപേർക്കും പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്തു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹലോ സ്വത്രം. യേശുവിന്റെ നാമത്തില് ഇങ്ങനെ വിടുതൽ ആവശ്യമുള്ള ജനമെല്ലാം ദെബോറയുടെ വീട്ടിൽ ഓടിക്കൂടി. 20 വർഷമായിട്ട് വിടുതലില്ലാതെ കിടന്ന് കുഴയുന്ന വിഷയങ്ങളുമായി അവരുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദൈവദാസിയുടെ വീട്ടിൽ വന്നുകൂടി. സ്വത്രം. വന്നവരോട് ദെബോറ പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിച്ചു ദൂത് പറയാൻ തുടങ്ങി. വല്ല മനസ്സിലാകുന്നു? സ്വത്രം. പ്രാർത്ഥിച്ചവൾ അവരോട് പ്രവചിക്കാൻ തുടങ്ങി. എന്താ പ്രവചിച്ചെന്നറിയാമോ? ഈ സ്ഥിതി ഞാൻ മാറ്റിയെടുക്കും,
ഈ വേദന ഞാൻ മാറ്റിയെടുക്കും. എന്റെ ജനത്തെ കനാനുടെ കയ്യിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും. കനാന്യരെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരും. നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ദൂത് പറയാൻ തുടങ്ങി. നൂതേറ്റെടുത്തോണ്. നിന്നെ വേദനിപ്പിക്കുന്ന ശക്തിയെ, നിന്റെ സ്വസ്ഥത കെടുത്തിയ, നിന്റെ സമാധാനം കെടുത്തിയ, നിന്നെ ഇരുത്തിക്കളഞ്ഞ, നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്ത, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പണവാളെടുത്ത് നിർത്തുന്ന ഒരു അന്ധകാര മണ്ഡലത്തെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന്. ഓ ദൈവശക്തി, ദൈവശക്തി. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിനക്കെതിരെ നിൽക്കുന്നതിനെ നിന്റെ കയ്യിൽ ഞാൻ തരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ കയ്യിൽ ഞാൻ തരുമെന്ന്. നിനക്കെതിരെ പൊങ്ങിയതിനെ നിന്റെ കയ്യിൽ തരുമെന്ന്. ഓ, എത്ര വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല കേട്ടോ, ഊഷിക്കുന്ന വെറുതെ അല്ല, കരയുന്ന വെറുതെ അല്ല. സ്തോത്രം. ഒരിക്കലും ദാവീദ് സ്തോത്രം ആലയത്തിൽ ചെന്ന് പറഞ്ഞു, വിശക്കുന്ന വല്ലതും തിന്നാൻ ഇവിടെ വല്ലതും ഉണ്ടോ? അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഇവിടെ വിശുദ്ധപ്പോ അല്ലാതെ, കാഴ്ചപ്പോ അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. മേശ വെക്കുന്ന അപ്പം ഇവിടെ ഉള്ളു, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന അപ്പം ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പറഞ്ഞു, നീ വിശുദ്ധി പാലിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം തരാൻ പറഞ്ഞു. ഞാൻ ഇപ്പം വിശുദ്ധിയിലാന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാ തിന്നോളാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്ത് കൊടുത്തു. അപ്പമൊക്കെ തിന്ന് ഇറങ്ങാൻ നേരം ദാവീദ് പറഞ്ഞു, ഞാൻ അല്പം തിടുക്കമായി പോയി, ആയുധമൊന്നും എന്ത് ചെയ്തില്ല, എടുത്തില്ല. ഇവിടെ വല്ല ആയുധം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. പുരോഹിതൻ പറഞ്ഞു, ഇവിടെ ആലയത്തിൽ ഒരായുധം ഉണ്ട്. സ്വത്രം. അതേതായുധമെന്നറിയാമോ? ഒരു നാൾ നിനക്കെതിരെ വന്ന വാൾ, നിന്റെ രക്തം കുടിക്കാൻ വന്ന വാൾ, നിന്നെ വെല്ലുവിളിച്ചൊരു വാളുണ്ടല്ലോ, ആ വാൾ ഇവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുക. അതിനെ തിരിശീല കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുക. ആ വാള് ഞാൻ നിന്റെ കൈ തരാൻ പോകുക. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണ്ട്, നിന്റെ രക്തം കുടിക്കാൻ വന്ന വാൾ, നിന്റെ പ്രാണനെതിരെ വന്ന വാൾ, നിന്റെ ശുശ്രൂഷയെ തുണ്ടുതുണ്ടാക്കിയാൽ പീസാക്കാൻ വന്ന വാൾ നിന്റെ കൈ തരാം. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഓ യേശുവിന്റെ നാമത്തില്. ഈ വാള ദാവീദിനെ വെല്ലുവിളിച്ച വാള്, ഈ വാള ദാവീദിന്റെ രക്തം കുടിക്കാമെന്ന വാള്, ഈ വാള ദാവീദിനെ പീസാക്കാമെന്ന വാള്. ഹലോ, ഇപ്പൊ ആ വാള് മാനസാന്തരപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, കൃപ കൊണ്ട് പൊതിഞ്ഞു. ഓ, യേശുവിന്റെ നാമത്തില് ഇപ്പൊ ആലയത്തിനകത്ത വാളായി മാറി. അല്ല, മനസ്സിലായി? ദൈവത്തെ ചൊല്ലി കഴിയുന്നുണ്ടോ? ഈ ദേശത്തുനിന്ന് ദൈവം ചില വാളുകളെ അകത്തു കൊണ്ടുവരും. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൈവജനത്തിന്റെ രക്തം കുടിക്കാൻ നടന്ന ചില വാളുകൾ ദൈവസഭയ്ക്കകത്ത വാളുകളായി മാറും. ഓ, നിനക്കെതിരെ വന്ന വാള് നിന്റെ കൈ തരും. ദൂത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ദെബോറ പ്രവചിച്ചു, നീ ശത്രു കനാന്യരെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. സ്വത്രം. ഇങ്ങനെ ദെബോറയുടെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. അത് വലിയൊരു കൂട്ടമായി. പിന്നത്തേതിൽ വീട്ടിനകത്ത് ജനത്തെ കൊള്ളാതെ വന്നപ്പം വീടിന്റെ പുറത്തോട്ട് യോഹം മാറ്റി. വീടിന്റെ പുറവും നിറഞ്ഞു. പിന്നീട് ദെബോറ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, എനിക്കൊരു ഈത്തപ്പന തോട്ടമുണ്ട്, നമുക്ക് അങ്ങോട്ട് സ്റ്റേജ് മാറ്റാം. സ്വത്രം. അങ്ങനെ ഈ റബ്ബർ തോട്ടമല്ല, ഈത്തപ്പന തോട്ടം. ഈത്തപ്പന തോട്ടത്തിലോട്ട് ശുശ്രൂഷ മാറ്റി എന്ന് പറഞ്ഞ ജനത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി. സ്വത്രം.
അങ്ങനെ ഒരു ഈത്തപ്പനയുടെ ചുവട് അവള് സ്വത്രം പുൾപിറ്റാക്കി മാറ്റി. അവിടെ ഇരുന്നു കൊണ്ട് പ്രവചിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ജനം കൂട്ടത്തോടെ വിടുവിക്കപ്പെടാൻ തുടങ്ങി. സ്വത്രം. അങ്ങനെ ഇരിക്കുമ്പം ദൈവം അവക്കൊരു വെളിപ്പാട് കൊടുത്തു. എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചും ദൂത് പറഞ്ഞും ദൂത് കേൾപ്പിച്ചും പോയാ പോരാ, ഒരു യുദ്ധം ഇവിടെ നടക്കണം. ഒരു യുദ്ധം നടക്കണം. അതിനെന്റെ ജനത്തെ നീ ഒരുക്കിക്കോ. ഈ ദൂതേറ്റ് പ്രാർത്ഥിച്ചോണം. ഇത് കളിക്കളമല്ല, ഇത് യുദ്ധക്കളമാണ്. 21 ദിവസം ദൈവസഭ വേറിട്ട് തന്റെ അഭിഷക്തനോട് ചേർന്ന് ഇരിക്കുന്നത് കളിക്കളത്തിലല്ല, ഒരു യുദ്ധക്കളത്തിലാണ്. ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധം ചെയ്യുന്നത് തോക്കാനല്ല, നീ ജയിച്ച് കയറി വരാനാണ്. എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിന്നെ തോപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത്, നിന്നെ തോപ്പിച്ച് കടത്തുമെന്ന് പറഞ്ഞെടുത്ത്, ആ കെട്ടുന്ന പകൽക്കാലം പൊട്ടിച്ച് ആത്മമണ്ഡലത്തിൽ സഭ ജയിച്ചു കയറുന്ന കാഴ്ച. ഓ ദൈവശക്തി! പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഇവിടെ ഒരു യുദ്ധം നടക്കും. അതാരുമായിട്ടാണ്? കനാന്യരുമായിട്ട് യുദ്ധം നടക്കും. ആരുമായിട്ടാ? അത് കനാന്യ രാജാക്കന്മാരുമായിട്ട് യുദ്ധം നടക്കും. സ്വത്രം. അതിനു വേണ്ടി നീ എന്റെ ജനത്തെ ഒരുക്കണം. ഉടനെ ദെബോറ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ജനം മുറിവേറ്റവരും ബലഹീനരും തകർന്നവരും തളർന്നവരും മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന ജനമാണ്. ഇവർക്കിപ്പം യുദ്ധം ചെയ്യാനുള്ള ബലമൊന്നും, ഇവർക്ക് ആയുധമില്ല, കുതിരയില്ല, കുതിരക്കാരില്ല. അവർക്ക് 900 ഇരുമ്പ് രഥ ശത്രുവിനുണ്ട്. ഹലോ, അവർക്ക് സൈന്യമുണ്ട്, സൈന്യ ബലമുണ്ട്, കുതിരയുണ്ട്, കുതിര ചേവകരാറുണ്ട്. അവർക്ക് ആയുധമുണ്ട്, ആയുധ ബലമുണ്ട്. ഈ ജനത്തിന് പാട്ടും പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ ഇപ്പൊ ഒന്നുമില്ല. ഓ യേശുവിന്റെ നാമത്തില് ഈ ജനത്തിന് ഇപ്പം യുദ്ധം ചെയ്യാൻ ബലമില്ല. ഇവരെങ്ങനെ യുദ്ധം ചെയ്യും? അപ്പൊ സ്വർഗം ഒരു വെളിപ്പാട് കൊടുത്തു. ദെബോറേ, നീ കാണുന്ന പോലല്ല യുദ്ധം നടക്കുന്നത്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതും. മനസ്സിലാ ദൈവമക്കൾ? ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമുണ്ടോ? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതും. യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില ഗൂഢാലക്ഷപ്രഭാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകാശത്ത് നിന്നും, മലയാളം ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതുവെന്ന പദമാണ്. അതിന്റെ പൂർവ്വ ട്രാൻസ്ലേഷൻ വിശുദ്ധിയൻ കൊടുത്തേക്കുന്ന അല്പ വ്യത്യാസമാണ്. അത് പൂർവ്വ ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് അങ്ങനല്ല. ആകാശത്ത് നിന്നും ഒരു കൂട്ടം നക്ഷത്രങ്ങൾ പൊരുതി ജയിക്കും. ഹലോ, ആകാശത്ത് നിന്ന് പറഞ്ഞാട്ടെ, ഒരു കൂട്ടം നക്ഷത്രങ്ങൾ. എല്ലാ കൂട്ടവും പൊരുതത്തില്ല. ഒരു കൂട്ടത്തെ ഞാൻ വേർതിരിക്കും. ഓ യേശു നാമത്തില ആ ഒരു കൂട്ടത്തെ ഞാൻ പേർ ചൊല്ലി വിളിക്കും. അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിച്ച് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഇവിടെ വന്നിരുന്ന് സ്വത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് എന്ന ദൂത, സഭയ്ക്കകത്ത് ഞാൻ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ, ഈ ദേശത്ത് ഞാൻ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ പൊരുതാൻ വേണ്ടി വേർതിരിക്കുകയാണ്, പോരാടാൻ വേർതിരിക്കുകയാണ്, ആരാധിക്കാൻ വേർതിരിക്കുകയാണ്. അഭിഷേകമുള്ള ചിലതിനെ ദൈവം വേർതിരിക്കുകയാണ്, കൃപയുള്ള ചിലതിനെ ദൈവം വേർതിരിക്കുകയാണ്. ആ നക്ഷത്രങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആകാശത്തു നിന്നും ഒരു കൂട്ടം നക്ഷത്രങ്ങൾ. എത്രയാ? ഒരു കൂട്ടം നക്ഷത്രങ്ങൾ പൊരുതി ജയിക്കണം.
എന്തോ വേണം? പറഞ്ഞേ ഒന്ന്. പൊരുതി. എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, പൊരുതി ജയിക്കണം, പൊരുതി ജയിക്കണം. ഇത് തോക്കാനല്ല, ഈ ഉപവാസം തോക്കാനല്ല, ഈ പ്രാർത്ഥന തോക്കാനല്ല, ഈ ആരാധന തോക്കാനല്ല. കഴിഞ്ഞ 20 വർഷമായി നിന്നെ തോപ്പിച്ചെടുത്ത്, നീ തോറ്റെന്ന് ചിന്തിച്ചെടുത്ത് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. 20 വർഷം നിന്നെ തോപ്പിച്ചെന്ന് പറഞ്ഞെടുത്ത് ആ കെട്ടി പൊട്ടിച്ചിട്ട് ആത്മാവിൽ സഭ നക്ഷത്രങ്ങളായി. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൊരുതുന്ന നക്ഷത്രങ്ങൾ ഇസ്രായേൽ എന്ന പഴയ നിയമസഭ. സ്വത്രം. ആ സഭയ്ക്കകത്തു നിന്നും പൊരുതാൻ വേണ്ടി ഒരു കൂട്ടത്തെ ദൈവം വേർതിരിച്ചു. ഹലോ, എല്ലാ കൂട്ടവും പൊരുതത്തില്ല, അതിൽ നിന്ന് എല്ലാ കൂട്ടവും ആരാധിക്കത്തില്ല. ഇന്ന് ഇത്രയും പേരുടെ എല്ലാവരും കൂടെ ആരാധിക്കുന്നില്ല, ചില അനങ്ങാതിരിക്കുക. ഹലോ, കേരളത്തിൽ സ്വത്രം ഏതാണ്ട് കോടിക്കണക്കിന് ജനമുള്ള എല്ലാവരും ദൈവമക്കളല്ല. അതിൽ നിന്നൊരു കൂട്ടമുണ്ട്. ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനമുള്ളതിലെല്ലാം ദൈവമക്കളല്ല. അതിൽ ഒരു കൂട്ടമുണ്ട്, ലോകത്തിൽ ഒരു കൂട്ടമുണ്ട്. അവരെ തനിച്ചു പാർക്കുന്ന കൂട്ടം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത കൂട്ടം. ആ കൂട്ടം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം പറഞ്ഞത് സ്വത്രം, ദെബോറേ, ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ എനിക്കുണ്ടെങ്കിലും അതെല്ലാം നക്ഷത്രങ്ങളാ, യേശുവിന്റെ നാമത്തില്. പക്ഷേ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കൂട്ടം നക്ഷത്രം എനിക്കുണ്ട്. ഹലോ, മൊത്തം നക്ഷത്രങ്ങളാണ്, അതിന്റെ ഇടയിൽ നിന്ന് ഒരു കൂട്ടം നക്ഷത്രം എനിക്കുണ്ട്. അത് 2 ഗോത്രങ്ങളാണ്. ഏതാണ് 2 ഗോത്രമെന്ന് ദെബോറയോട് പറഞ്ഞു. ഒന്ന് സെബുലൂൻ ഗോത്രം, 2 നഫ്താലി ഗോത്രം. നീ കനാന്യരോട് യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാരെയും കൊണ്ടുപോകരുത്. 2 ഗോത്രത്തെ വേർതിരിച്ചു നിർത്തണം. അവരിൽ നിന്ന് 5000 വെച്ച് 10000 പേരെ തെരഞ്ഞെടുത്ത് അവര് വേണം കീശം തോട്ടിലോട്ട് പോകാൻ. ഹലോ, അവരെയാണ് ഞാൻ വേർതിരിച്ച നക്ഷത്രങ്ങൾ. അവരെ അടങ്ങിയിരിക്കുന്നവരല്ല, അവര് പൊരുതുന്നവരാണ്. പൊരുതുന്നത് ഒരിക്കലും തോക്കാനല്ല, പൊരുതുന്നത് ജയിക്കാനാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ജയിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നിന്നെ തോപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് സഭ ആരാധിച്ച് ജയിക്കട്ടെ, പ്രാർത്ഥിച്ച് ജയിക്കട്ടെ, പൊരുതി ജയിക്കട്ടെ, യുദ്ധം ചെയ്ത് ജയിക്കട്ടെ, പോരാടി ജയിക്കട്ടെ. ഇതൊരു ജയത്തിന്റെ പകൽ. ദൈവത്തെ സ്തുതിച്ചു. ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദെബോറയോട് പറഞ്ഞ് 2 ഗോത്രങ്ങൾ ഇതിനെ കൊണ്ടുപോകാവൂ. എത്ര ഗോത്രങ്ങളാ? ഏതൊക്കെ? സെബുലൂൻ ഗോത്രവും നഫ്താലി ഗോത്രവും. എന്താ കാര്യം? അവര് പോർക്കളത്തിൽ നിൽക്കുന്നവരാ, അവര് പ്രാണനെ ത്യജിച്ചവരാ, അവര് വില കൊടുക്കുന്നവരാ, അവര് വില കൊടുക്കാൻ മനസ്സുള്ളവരാ, അവര് ആരാധിക്കാൻ മനസ്സുള്ളവരാ, അവര് മുൻപിൽ നിൽക്കാൻ മനസ്സുള്ളവരാ, അവര് വല്ലോ ചെയ്യാൻ മനസ്സുള്ളവരാ. ഹലോ, അല്ല വെറുതെ കറങ്ങി നടക്കുന്നതിനെ ഒന്നും തീരരുത്. പറ, ചുമ്മാതെ കറങ്ങി നടക്കുന്നതിനെ ഒന്നും പിടിച്ചോണ്ട് എന്ത് ചെയ്യരുത്? പോവരുത്. തോറ്റതിന്റെ ഊപ്പാട് വരും. അതുകൊണ്ട് മനസ്സുള്ളതിനെ ഇരുത്തണം, മനസ്സുള്ളവരെ കൂട്ടണം. ആരാധിക്കാൻ മനസ്സുള്ളവരുണ്ട്, ഊസിക്കാൻ മനസ്സുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരുണ്ട്, ആത്മാർത്ഥതയുള്ളവരുണ്ട്. ഹലോ,
അവരുടെ പേരാ സെബുലൂൻ ഗോത്രം, നഫ്താലി ഗോത്രം. 12 ഗോത്രമുള്ളത് 2 ഗോത്രം ഒരു കൂട്ടമാണ്. ഹലോ, അവരെ ഞാൻ പുറത്തെടുക്കും. അവര് പൊരുതുവെന്നാ പറഞ്ഞേ. അവര് അതുകൊണ്ട് അതേ പറഞ്ഞ് നീ ഗോത്രം ബാരാക്കിനെ വിളിച്ചിട്ട് പറ, സെബുലൂൻ നഫ്താലി ഗോത്രത്തിൽ നിന്ന് 10,000 പേരെ തെരഞ്ഞെടുത്തോണ്ട് വരാൻ. സ്വത്രം, കാരണം അവരെ കൊണ്ട് വല്ലോ നടക്കൂ. സെബുലൂൻ ഗോത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, നഫ്താലി ഗോത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പോൾ നിങ്ങളെല്ലാം സെബുലൂൻ ഗോത്രക്കാരാകെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നഫ്താലി ഗോത്രക്കാരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എഫ്രൈം ഗോത്രം ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. ഹലോ, പിന്നെ വേറെ പല ഗോത്രങ്ങളും ഉണ്ടല്ലോ, അവരൊന്നും ഇല്ലാത്തതിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ സഭയ്ക്കകത്ത് അല്പജനമേ ഉള്ളെങ്കിലും സെബുലൂൻ നഫ്താലി ഉണ്ടോ, ഇവിടെ ഒരു വിജയം ഉറപ്പാ, ഇവിടെ ഒരു വിടുതൽ നടന്നിരിക്കും. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ഇനി മടങ്ങി വരട്ടെ. ആകാശത്ത് നിന്നും ഒരു കൂട്ടം നക്ഷത്രങ്ങൾ പൊരുതും. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആരോട് പൊരുതും? രാജാക്കന്മാരോട് പൊരുതും. ഹലോ, അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാ? ഇപ്പുറത്ത് നിൽക്കുന്നത് നക്ഷത്രങ്ങൾ, അപ്പുറത്ത് നിൽക്കുന്നത് അല്ല, മനസ്സിലായോ? അപ്പൊ രാജാക്കന്മാരോട് പൊരുതാൻ ദൈവം എഴുന്നേൽപ്പിച്ചത് ആരെയാ? അവർക്ക് പറഞ്ഞാട്ടെ, നക്ഷത്രങ്ങളെ. നക്ഷത്രങ്ങൾ ദൈവത്തെ സ്തുതിക്കാമോ? അതിലെ എല്ലാ നക്ഷത്രങ്ങളും ഇല്ല, ഒരു കൂട്ടം. അതെന്റെ വിഷയം, ഒരു കൂട്ടം നക്ഷത്രങ്ങൾ. എന്താ എല്ലാ കൂട്ടവും ഇല്ലാത്ത? സ്വത്രം യൂദയുടെ ലേഖനത്തിൽ പറയുന്നത് ഒരു കൂട്ടം നക്ഷത്രങ്ങള് വക്രത നക്ഷത്രങ്ങളാ. എന്തുവാ പറയുന്നേ? വക്രത നക്ഷത്രങ്ങൾ. അതിനെ നീ എന്ത് ചെയ്യരുത്? കൂട്ടരുത്. അതിനെ കൂട്ടിയ കുഴപ്പമാ. സ്വത്രം. പിന്നെ വേറൊരു കൂട്ടം നക്ഷത്രമുണ്ട്. എഹെസ്കേൽ പ്രവചനം 32:7 പറയുന്നത് കറുപ്പുടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ. ഒന്ന് വായിച്ച് എഹെസ്കേൽ പ്രവചനം 32:7 വാക്യം പെട്ടെന്ന് വായിച്ച്. നൽകിയില്ല. കറുപ്പുടിപ്പിക്കും. എന്തോ കൊടുത്തതാ? ഓർക്കെ പറഞ്ഞാട്ടെ. അപ്പൊ കറുപ്പുടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളുണ്ട്. കറുപ്പ്, കറുപ്പിനോട് എല്ലാവർക്കും വലിയ പറ. ഈ കാലത്ത് നിങ്ങൾ നോക്ക്, എവിടെ ചെന്നാലും കറുപ്പിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരല്ല ഏറ്റവും കൂടുതൽ ധരിക്കുന്ന വസ്ത്രം ഏതാ? പറ. കറുപ്പ. കറുത്ത ടീഷർട്ട്, എല്ലാം കറുപ്പ. എല്ലായിടും കറുപ്പ്. ഇപ്പൊ ഒരു കറുപ്പിന്റെ കാലം. കറുപ്പിന്റെ കാലത്തിലേക്ക് എന്ത് ചെയ്യുക? സകല മനുഷ്യര് പോയിക്കൊണ്ടിരിക്കും. പെന്തിക്കോസ്തരുടെ ഇടയിലും ഉണ്ട്. ഈയിടെ ഒരു പാസ്റ്റർ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രസംഗിക്കുന്ന കണ്ടു. അപ്പോൾ പാസ്റ്റർമാർ വരുമ്പോൾ എന്ത് ചെയ്യുക? കറുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും മാറത്തില്ല. കറുപ്പിലേക്ക് എന്ത് ചെയ്യുക? എല്ലാം കറുപ്പ്. ഇതൊക്കെ ഒരു മർമ്മമാണ് കേട്ടോ. അവിടെ വായിച്ചത്, ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എന്തോ ഉടുപ്പിച്ചേക്കുക? കറുപ്പ് വരെ ഉടുത്തു നിൽക്കുക. അതിന്റെ കാരണം അതിന്റെ 32:2 അവർ എൻ്റെ നദികളെ ചാടി കലക്കി കളഞ്ഞു. എൻ്റെ നദികളെ എന്ത് ചെയ്തു? മിസ്രൈമിനെ കുറിച്ച്, ഫറവോനെ കുറിച്ച് പറയുന്നത്. എൻ്റെ നദികളിൽ അവർ ചാടി, എന്നിട്ട് എൻ്റെ കാലുകൊണ്ട് എന്ത് ചെയ്ത്? പറഞ്ഞാട്ടെ, അത് കലക്കി കളഞ്ഞു. കലക്കി അതിനെ അഴുക്കാക്കി കളഞ്ഞു, ചീത്തയാക്കി കളഞ്ഞു. സ്വത്രം. അപ്പൊ കലക്കുന്ന നക്ഷത്രങ്ങൾ അല്ല, മനസ്സിലാകുന്നുണ്ടോ? കലക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ സഭയിൽ ഇല്ലല്ലോ. കലക്കുന്നവരുണ്ടോ? ഇല്ല. സ്വത്രം. പിന്നെ കലക്കമൊക്കെ മാറണം ഈ പ്രാർത്ഥനയിൽ. സ്വത്രം. കലക്കിയത് നിമിത്തം ഞാൻ നിങ്ങളെ എന്തോ ഉടുപ്പിക്കും. ദൂത് പറഞ്ഞു വല്ല മനസ്സിലാകുന്നുണ്ടോ? ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഒരു കൂട്ടം നക്ഷത്രങ്ങൾ എനിക്കുണ്ട്, പക്ഷേ അതിൽ ചിലതിനെ ശത്രു കറുപ്പ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുക.
ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ദൂത് പറയുക. എവിടൊക്കെയോ ദൈവാത്മാവ് ഈ പ്രവചന ശബ്ദം തൊടുകയാണ്. ആയുസ്സി പുറത്തു വരുത്തരെന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ കറുപ്പ് കൊണ്ട് മൂടി മറച്ചു വെച്ചേക്കുന്ന ചിലത് ഈ പ്രാർത്ഥനയിൽ കറുപ്പിന്റെ മറശീല കീറിക്കളഞ്ഞ് ചിലതിനെ ദൈവം പുറത്തെടുക്കുന്ന കാഴ്ച. അത് സഭയ്ക്കകത്ത് പ്രയോജനപ്പെടേണ്ട തലമുറകളെ വരെ ബന്ധിച്ചൊതുക്കി വെച്ചേക്കുന്ന കറുപ്പിന്റെ മൂടുപടം ഈ പ്രാർത്ഥനയെ കീറി മാറുന്ന കാഴ്ച. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? സഭയെ മുന്നോട്ട് വിടാതെ കറുപ്പുടിപ്പിച്ച് കളയുന്ന ഇരുട്ടിന്റെ ശക്തി ആത്മമണ്ഡലത്തിൽ പോരാടി ദൈവമക്കൾ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. അങ്ങനെ കറുപ്പുടുത്ത് നിൽക്കുന്നത് നിമിത്തം സ്വത്രം വചനം പറയുന്ന പറയുന്നത് ആകാശത്ത് വെളിച്ചം എന്ത് ചെയ്യുന്നില്ല? ഉറക്കെ പറഞ്ഞാട്ടെ, ശോഭിക്കുന്നില്ല. വെളിച്ചം കാണുന്നില്ല, വെളിച്ചം ശോഭിക്കുന്നില്ല. ഒരിക്കൽ വെളിച്ചം ഉണ്ടായിരുന്നു, പക്ഷെ വെളിച്ചത്തെ ആര് മറച്ചു കളഞ്ഞു? അവർക്ക് പറഞ്ഞാട്ടെ, ഈ കറുപ്പ് അതിനെ മറച്ചു കളഞ്ഞു. ഇന്ന് ഇത്ര പ്രാർത്ഥനയുടെ 9ാം ദിവസമായല്ലോ, ഇതുവരെയും ആരാധന വെളിപ്പെടുന്നില്ല. വേണ്ട അഭിഷേകത്തിന്റെ ജ്വലനം വെളിപ്പെടാതെ ഇന്നും ദൈവാത്മ പറയുന്ന ചില കറുപ്പ് ചിലതിനെ മറച്ചു വെച്ചിരിക്കുക. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ കട്ടളപ്പടിക്ക് പുറത്ത് വലിച്ചു കെട്ടിയേക്കുന്ന കറുപ്പിന്റെ മൂടുപടം ഈ പകൽക്കാലം ആരാധിക്കുമ്പോൾ ആ കെട്ടു ദൈവം കരിച്ചു കളഞ്ഞു. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭവനത്തിനകത്ത് കെട്ടിവെച്ചേക്കുന്ന എല്ലാ ഇരുട്ടിന്റെ കറുപ്പുകൾ പരിശുദ്ധാത്മാവിനെ കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ചിലതിന്റെ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ ആത്മാവിന്റെ എതിരെ കൊണ്ടുവന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് പോലെ ചിലതിന്റെ വായിക്ക് ഒട്ടിച്ചു വെച്ചേക്കുന്നത്, ആരാധനയ്ക്ക് ഒട്ടിച്ചു വെച്ചേക്കുന്നത്, പ്രാർത്ഥനയ്ക്കെതിരെ ഒട്ടിച്ചു വെച്ച ഇരുട്ടിന്റെ സ്റ്റിക്കർ ഇന്ന് പകൽ ഇളക്കി മാറ്റുന്നത്. കരങ്ങളിൽ വരേണ്ട നന്മകൾ, നീ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങൾ, നിന്റെ ഭവനം അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങൾ കരങ്ങളിൽ വരാതെ ഇരുട്ടിന്റെ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ട് വർഷങ്ങൾ പലതായി പ്രാർത്ഥനയുടെ ശക്തി, ഉപവാസത്തിന്റെ ശക്തി, ചില ഇരുട്ടിന്റെ കറുത്ത കരിമ്പണ ശക്തിയെ ദൈവാത്മാവ് പറിച്ചു കളഞ്ഞു. ദൈവശക്തി, ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആരാധിക്കേണ്ട ദൈവമക്കൾ, ശോഭിക്കേണ്ട ദൈവമക്കൾ, പ്രകാശിക്കേണ്ട ദൈവമക്കൾ. ഇരുട്ടുകൊണ്ട് ശത്രു മറച്ചു വെക്കാനല്ല, ഇന്ന് പകൽക്കാലം എല്ലാം മറച്ചു വെച്ചേക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ദൈവജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കണം, വക്ര നക്ഷത്രങ്ങളുണ്ട്, പിന്നെ കറുപ്പുടുത്തു നിൽക്കുന്ന, ഉറക്കെ പറഞ്ഞാട്ടെ, കറുപ്പ് ഉടുത്തു നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. സ്വത്രം. മറ്റൊരു നക്ഷത്രം കൊണ്ട് മഹാസർപ്പത്തിന്റെ വാലിൽ കുടുങ്ങിപ്പോയ നക്ഷത്രങ്ങൾ. വെളിപ്പാട് പുസ്തകം 12:1 എഴുതിയിട്ടുണ്ട്. ആരും വായിക്കണോ? നമുക്കറിയാവുന്ന ഭാഗങ്ങളാ. സ്വത്രം. മഹാസർപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാലുകൊണ്ട് എന്ത് ചെയ്ത് വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എന്ത് ചെയ്ത്
എറിഞ്ഞുകളഞ്ഞ സംഭവം സ്വത്രം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൂട്ടം നക്ഷത്രം മഹാസർപ്പത്തിന്റെ വാലിനകത്ത് എന്ത് ചെയ്ത് പറഞ്ഞാട്ടെ കുടുങ്ങിക്കിടക്കുക, കുടുങ്ങിപ്പോയ നക്ഷത്രങ്ങൾ. ദൂത് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഈ സഭയോടെ ദൈവാത്മാ ദൂത് പറയുന്നത് ഇതിനകത്ത് ചിലത് സർപ്പത്തിന്റെ വാലി കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഈ പ്രാർത്ഥന വെറുതെ അല്ല, ഈ സഭയുടെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുകയാണ്. പഴയ ചരിത്രങ്ങളല്ല, കുടുങ്ങിയ ചരിത്രമല്ല, കറുപ്പെടുത്ത ചരിത്രമല്ല, വക്രദോഷ നക്ഷത്രങ്ങളുടെ ചരിത്രമല്ല, പരാജയപ്പെട്ട ചരിത്രമല്ല, ശൂന്യമായ ചരിത്രമല്ല, വിണ്ടുപോയ ചരിത്രമല്ല. സഭയ്ക്കൊരു പുതിയ ചരിത്രം. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഹാസർപ്പത്തിന്റെ വാല് നക്ഷത്രങ്ങളെ വലിച്ചുകൂട്ടിയെന്ന നക്ഷത്രങ്ങൾ എന്ത് ചെയ്ത്? ഈ നക്ഷത്രങ്ങളല്ല അതിനകത്ത് എന്ത് ചെയ്ത്? കുടുങ്ങിപ്പോയി. ദുഷ്ടന്റെ കെണിയിൽ കുടുങ്ങിയ നക്ഷത്രങ്ങൾ. സ്വത്രം. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം നക്ഷത്രമുണ്ട്. പിന്നെ വേറൊരു നക്ഷത്രമുണ്ട്, കാഞ്ഞരമെന്ന് പേർ വിളിക്കുന്ന നക്ഷത്രം. വെളിപ്പാട് 8:10 എഴുതിയിട്ടുണ്ട്. സ്വത്രം. ആകാശത്ത് നിന്ന് സ്വത്രം ഒരു മഹാനക്ഷത്രം ഭൂമിയിലേക്ക് വന്നു, അത് നദികളിൽ വന്നു വീണു. അതിന്റെ പേര് കാഞ്ഞരമെന്ന് പേർ. അത് എവിടെ വീണോ അവിടെ കയ്പായി പോയി. അത് നിമിത്തം മനുഷ്യർ മരിച്ചുപോയി എന്ന് പറഞ്ഞ മനുഷ്യരെ കൊല്ലുന്ന നക്ഷത്രം, കയ്പിക്കുന്ന നക്ഷത്രം, കരിവാളിപ്പിക്കുന്ന നക്ഷത്രം, സ്വസ്ഥത കെടുത്തുന്ന നക്ഷത്രം, മ്ലാനത വരുത്തുന്ന നക്ഷത്രം. ഇതെല്ലാം ഇരുട്ടിന്റെ ശക്തികളാണ്. ഹലോ ഹലോ, മനസ്സിലാ? ദൈവത്തെ സ്തുതി കഴിയുന്നുണ്ടോ? കയ്പിക്കുന്ന നക്ഷത്രം എന്തുവാ പറഞ്ഞാട്ടെ? അത് എവിടെ വീഴുന്നു അവിടെ, വെള്ളത്തിൽ വീണാൽ അവിടെ, നദി വീണാൽ അവിടെ, സഭയ്ക്കകത്ത് വീണാൽ പറ സഭ മൊത്തവും കയ്പ. വീട്ടിനകത്ത് വന്ന് വീണാൽ വീട് മൊത്തവും കയ്പ. ഒന്നിനെ കഴിച്ച മുഖം കാണാൻ പറയാമല്ലോ. പറയുന്നേ മതിരിക്കുന്ന മുഖമല്ല കഴിക്കുന്ന പുളിപ്പ് കഴിക്കുമ്പോ ആ മുഖത്തിന് ചിലരുടെ മുഖം കണ്ടിട്ട് എന്തോ ഒരു കയ്പ്, ചിലരുടെ മുഖത്തിന് ഒരു പുളിച്ച മുഖം, വളിച്ച മുഖം. ഹലോ, സകല കെട്ടുന്നിവിടെ പൊട്ടു. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ഇനി നീ കയ്പോടെ പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തായി പറഞ്ഞാട്ടെ, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസമുള്ളവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. മടങ്ങി വരട്ടെ. ഇങ്ങനെ പല നക്ഷത്രങ്ങൾ ആകാശമണ്ഡലത്തിലുണ്ട്. ഇത് കൂടാതെ വേറെ പല നക്ഷത്രങ്ങളുണ്ട്. ചങ്ങല നക്ഷത്രമുണ്ട്. അതിന്റെ പേരാണ് കാർത്തികയുടെ ചങ്ങല. യോബിന്റെ ഭാഷയെ പറഞ്ഞ കാർത്തികയുടെ ചങ്ങല. നക്ഷത്ര കൂമ്പാരങ്ങളുണ്ട്. അതിനെ മഹീര്യത്തിന്റെ ബന്ധനം. ഇതെല്ലാം നക്ഷത്ര രാശികളാണ്. ഹലോ, ഇങ്ങനെ ഒത്തിരി നക്ഷത്രങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷേ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ചില നക്ഷത്രയെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. അല്ല, മനസ്സിലായോ? അങ്ങനെ പേര് ചൊല്ലി വിളിച്ച നക്ഷത്രം എവിടെ ഇരിക്കുന്നു? ഈ മക്കൾ പേർ ചൊല്ലി വിളിച്ചെന്ന് ഉറപ്പുള്ള ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? അവരെ പേർ ചൊല്ലി വിളിക്കുന്നു. അവരെ അവൻ എണ്ണി നോക്കുന്നു. അല്ല, മനസ്സിലാക്കുന്നുണ്ടോ? അവരെ പേര് ചൊല്ലി വിളിക്കുന്നു. അവരുടെ എണ്ണവും കൂടെ കർത്താവ് കുറിച്ചു വെക്കുന്നു. യേശുവിന്റെ നാമത്തില് അതിന്റെ എണ്ണം നോക്കുന്ന എത്ര പേരുണ്ടെന്ന്, എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന്. പേർ ചൊല്ലി വിളിക്കപ്പെട്ട നക്ഷത്രങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന്റെ സഭയാകുന്ന നക്ഷത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹലോ, അങ്ങനെ പേർ ചൊല്ലി വിളിച്ച നക്ഷത്രങ്ങളെ വായിച്ചാട്ടെ. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. കിട്ടിയവര്. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അങ്ങനെ പേർ ചൊല്ലി വിളിച്ച നക്ഷത്രങ്ങളെ, ഹലോ, എണ്ണി വേർതിരിച്ച നക്ഷത്രങ്ങളെ, സ്വത്രം വചനം പറയുന്ന കേട്ടോ, അവൻ അതിനെ എന്തോ ചെയ്യുന്നു? അവർക്ക് പറഞ്ഞേ, പൊതിഞ്ഞു വെക്കുന്നു. ഹലോ, പൊതിഞ്ഞ
പൊതിഞ്ഞെന്ന് മാത്രമല്ല, പൊതിഞ്ഞ് അതിന് എന്ത് വെക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് അതിന്റെ മേൽ അവകാശം പറയാതിരിക്കാൻ. ഇന്ന് പകൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ വന്നിരിക്കും ദൈവത്തെ സ്തുതിച്ചോണം. ദൈവം നിന്നെ പൊതിഞ്ഞതുകൊണ്ട്, ദൈവം നിന്റെ പ്രാണനെ പൊതിഞ്ഞതുകൊണ്ട്, തന്റെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ട്, തന്റെ കൃപ കൊണ്ടവൻ നിന്നെ പൊതിഞ്ഞതുകൊണ്ട്, പൊതിഞ്ഞത് വെറുതെ അല്ല, മറ്റൊന്ന് തൊടാതിരിപ്പാൻ, മറ്റൊന്ന് നിന്നെ പിടിച്ചു പറിക്കാതിരിപ്പാൻ, മറ്റൊന്ന് നിന്നെ കവർന്നെടുക്കാതിരിപ്പാൻ. ഹലോ, യേശുവിന്റെ നാമത്തിന് ഞാനൊന്ന് പൊതിഞ്ഞു വെക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഞാനൊന്ന് പൊതിഞ്ഞു വെച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ പൊതിഞ്ഞു വെച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം എന്നെ പൊതിഞ്ഞെന്നോർപ്പ് ദൈവത്തെ ശ്രുതി കഴിയുന്നുണ്ടോ? എവിടെയാ ദൈവം നക്ഷത്രങ്ങളെ പൊതിഞ്ഞു വെച്ചത്? എവിടെയാ പൊതിഞ്ഞു വെച്ചത്? പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ പഴയ നിയമ സഭയാകുന്ന ഇസ്രായേലിനെ ദൈവം പൊതിഞ്ഞു വെച്ചത് ഒരു മനുഷ്യനില. ആ മനുഷ്യന്റെ പേര് അബ്രഹാം. പുതിയ നിയമത്തിൽ തന്റെ സഭയെ പൊതിഞ്ഞു വെച്ചത് ക്രിസ്തുവില. അവരുടെ പേര് കർത്താവിന്റെ ശരീരമായ സഭ. മനസ്സിലായില്ല? സ്വത്രം. പഴയ നിയമത്തിൽ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു വെച്ചിരുന്നത് ഒരു മനുഷ്യനിൽ. അവന്റെ പേരെന്താ? പുതിയ നിയമ സഭയെ പൊതിഞ്ഞു വെച്ചിരുന്നത് എവിടെയാ? ക്രിസ്തുവില. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുകൂടെ സഭ പുറത്തു വന്നു. അതാ കർത്താവിന്റെ ശരീരമായ സഭ. ഹലോ, ഇപ്പൊ പഴയ നിയമ സഭയെ നക്ഷത്രങ്ങളോട് ഉപമിച്ചിരിക്കുന്നത്, പുതിയ നിയമ സഭയെ നക്ഷത്രങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹലോ, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നക്ഷത്രങ്ങൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ. നക്ഷത്രങ്ങൾ അല്ല, മനസ്സിലായോ? വെളിപ്പാട് പറയാൻ നക്ഷത്രമുള്ളവൻ. യേശുവിനെ വിളിച്ചേക്കുന്ന വിളി കേട്ടോ? എന്തുവാ? നക്ഷത്രങ്ങൾ ഉള്ളവൻ, നക്ഷത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ. ദൈവത്തെ സ്തുതി കഴിയുന്നുണ്ടോ? നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു. അവൻ നക്ഷത്രത്തിന്റെ ഉടമയാണ്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദൂരം എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പോകുക. സ്വത്രം. സഭ നക്ഷത്രങ്ങളായി മാറട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നക്ഷത്രങ്ങളായി മാറട്ടെ. സഭ തെളിയട്ടെ, ആരാധന തെളിയട്ടെ, പ്രാർത്ഥന തെളിയട്ടെ, സഭ ആത്മാവിൽ ശോഭിക്കട്ടെ. പഴയ നിയമ സഭയാകുന്ന ഇസ്രായേൽ എന്ന നക്ഷത്രത്തെ പൊതിഞ്ഞു വെച്ചിരുന്നത് അബ്രഹാം എന്ന മനുഷ്യനില. അവനീന്ന് അതിനെ പുറത്തെടുക്കാൻ ദൈവം അവനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ടു പുറപ്പെടണം. ഞാൻ നിന്നെ കാണി പ്രദേശത്തേക്ക് പോകണം. പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഒത്തിരി അനുഗ്രഹത്തിന്റെ പട്ടിക കൈമാറിയ കൂട്ടത്തിൽ പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ പറഞ്ഞാട്ടെ നക്ഷത്രങ്ങളായി മാറും. നിന്റെ തലമുറ നക്ഷത്രങ്ങളായി മാറും. മനസ്സിലാ? ദൈവത്തെ കുടിക്കുന്നുണ്ടോ? നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണ വ്യക്തിയല്ല. നിന്നിൽ ഞാൻ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിട്ടിരിക്കുക. ഹലോ, ഈ സഭയുടെ മേൽ കിടന്ന വാഗ്ദത്തം വലുതാ. ഇതിന്റെ മേലെ ദൈവിക പ്ലാൻ വലുതാ. ഇതിനകത്തൊരു കൂട്ടം നക്ഷത്രം ഉണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പുറത്തു വരണം. ഇനി കറുപ്പ് നിന്നെ മറച്ചു വെക്കരുത്, ഇനി ഇരുട്ട് നിന്നെ പിടിച്ചു വെക്കരുത്, ഇനി ശത്രുവിന്റെ വാലിൽ നീ കുടുങ്ങിപ്പോകരുത്. സർപ്പത്തിന്റെ വാലിൽ കുടുങ്ങിപ്പോകാനല്ല, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ പുറത്തു വരണം. ഹലോ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ശ്രദ്ധിക്ക്, ഒരു കൂട്ടം നക്ഷത്രങ്ങളെ ദൈവം പൊതിഞ്ഞ് മുദ്രയിട്ട്, പൊതിഞ്ഞ് എന്ത് ചെയ്ത്?
അതിന്റെ പേരാ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ. പറ, ഏതാ? ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ. ദൈവത്തെ സ്തുതി കഴിയുന്നുണ്ടോ? ഒരിക്കൽ സാത്താൻ പറഞ്ഞു, ലൂസിഫർ പറഞ്ഞു, ഞാൻ അത്യുന്നതിന് മീതെ കയറും. ഹലോ, ഉത്തരദിക്കിന്റെ അറുതിയിൽ ഞാൻ എന്റെ സിംഹാസനം വെക്കും. ഹലോ, അടുത്ത ബലം പറയാ, ഞാൻ ദൈവത്തിന്റെ നക്ഷത്രത്തിന് മീതെ എന്റെ സിംഹാസനം വെക്കും. അത്രയും കാര്യം പറഞ്ഞപ്പോൾ ദൈവം ഒറ്റ വെട്ടുകൊടുത്തു. പറഞ്ഞു, ദുഷ്ടപിശാചേ, എന്റെ നക്ഷത്രത്തെ തൊട്ടാൽ, എന്റെ നക്ഷത്രങ്ങളെ തൊട്ടാൽ നിന്നെ അങ്ങനെ വിടുമെന്ന് വിചാരിക്കണ്ട. അവനെ ദൈവം വെട്ടി താഴെയിട്ട് ദൈവത്തിന്റെ നക്ഷത്രത്തെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആരാധിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്നെ, അഭിഷേകമുള്ള നിന്നെ ഒരു ദുഷ്ടശക്തിക്കും തൊടാൻ. അഭിഷേകമുള്ള ദൈവമക്കൾ ആത്മാവിൽ പോരാടി. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവത്തിന്റെ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു മുദ്രയിട്ട് വെച്ചിരുന്ന മനുഷ്യനെ ദൈവം വിളിച്ചിറക്കി. ദൂത് കേട്ടോ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളായി മാറും. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. നീ ദൈവത്തെ അനുസരിച്ചാൽ നിന്റെ തലമുറ നക്ഷത്രങ്ങളായി മാറും. ഹലോ, ഈ ശബ്ദം കേട്ടോണ്ടാ ഇറങ്ങി വരുന്നത്. അബ്രഹാം സാറ ഇറങ്ങി വരുന്നത് ഈ ശബ്ദം കേട്ടോണ്ടാ. ഹലോ, ഒരു വരിയാണ്, ദൈവം ഞങ്ങൾക്ക് നക്ഷത്രങ്ങളെ തരും, ദൈവം ഞങ്ങൾക്ക് നക്ഷത്രങ്ങളെ തരും. എന്റെ തലമുറ നക്ഷത്രങ്ങളായി മാറും, എന്റെ മക്കൾ നക്ഷത്രങ്ങളായി മാറും. ഈ ദൂത് കേട്ടോണ്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പം ഒരു നദി കടന്നു വേണം ഇവരിപ്പുറത്ത് വരാൻ. ശേഖേം പട്ടണത്തിൽ സുഖാറിൽ വരാൻ ഒരു നദി എന്ത് ചെയ്യണം? കടക്കണം. ആ നദി കടന്നെങ്കിലേ അവന്റെ പേര് എബ്രായൻ എന്നറിയപ്പെടൂ. എബ്രായൻ എന്ന് പറഞ്ഞാൽ എന്താ? നദി കടന്ന് വന്നവൻ. നദിയിൽ കൂടെ കടന്നു വരണം എങ്കിലേ പേര് എബ്രായൻ എന്നറിയപ്പെടൂ. ആ നദിയുടെ പേര് ഫ്രാത്ത് നദി എന്നാണ്, അല്ലെ ഡൈക്രീസ് നദി, അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദി. സ്വത്രം. ഈ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ വന്നു ആര്? അബ്രഹാമും സാറയും ഈ നദിയുടെ കരയിൽ വന്നു. പക്ഷെ ഈ നദി മഹാനദിയാ. ഏത് നദിയാ? 2800 കിലോമീറ്റർ നീളം, 500 മീറ്റർ വീതി, വളരെ ആഴമുള്ള മഹാനദിയാ യൂഫ്രട്ടീസ് നദി. ഇന്നത് പറ്റിക്കിടക്കുക. സ്വത്രം. പക്ഷെ ഈ നദിയുടെ കര വന്നപ്പോൾ ഒരു വിധത്തിലും ഈ നദി കടക്കാൻ പറ്റത്തില്ല, ഒരു വിധത്തിലും. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അവൻ എന്ത് ചെയ്യണം? പറ. ഈ നദി മാനുഷികമായി നോക്കിയ കടക്കാൻ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, കഴിവുകൊണ്ട് പറ്റത്തില്ല, ശക്തി കൊണ്ട് പറ്റത്തില്ല, ഒരു വിധത്തിലും ഈ നദി കടക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ എന്താ? അവൻ ഈ നദി കടന്നേ പറ്റൂ. എങ്ങനെ നടക്കും? എങ്ങനെ കടക്കും? വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നിന്റെ മുൻപിൽ കാണുന്ന ഈ പ്രതികൂലം, ഈ പ്രതിസന്ധി, ഈ കഷ്ടതയുടെ നദി, ഈ മഹാനദി നിന്റെ ശക്തി കൊണ്ട് കടക്കാൻ പറ്റത്തില്ല, നിന്റെ കഴിവുകൊണ്ട് കടക്കാൻ പറ്റത്തില്ല, നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ പണം കൊണ്ടോ പണബലം കൊണ്ടോ കടക്കത്തില്ല. പക്ഷെ ഇത് കടന്നേ പറ്റൂ. ഓ, യേശുവിന്റെ നാമത്തില്. കാരണം വിളിച്ചവൻ ദൈവമാണ്, ഇറക്കിയവൻ ദൈവമാണെങ്കിൽ നിന്നെ ഇവിടിട്ടിട്ട് തിരിഞ്ഞു പോകുന്ന ദൈവമല്ല, വഴിയിലിട്ടിട്ട് മാറിപ്പോകുന്നവനല്ല. നിന്റെ ഉള്ളിലാ നക്ഷത്രങ്ങൾ ഇരിക്കുന്നത്. ഓ, പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദ ചരിത്രങ്ങൾ, യഹൂദ റബിമാർ എഴുതിയ യഹൂദ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എഴുതിയേക്കുന്നത്, അബ്രഹാമും സാറയും ഈ യൂഫ്രട്ടീസ് നദിയുടെ കരയെ വന്നിട്ട് ഇവർക്ക് ഒരു വിധത്തിലും ഈ നദി കടക്കാൻ കഴിയാതെ അവർ ആ നദിയുടെ കരയിൽ പകച്ചു നിൽക്കുമ്പം, ഇത് ബൈബിളിൽ നോക്കിയാൽ കാണത്തില്ല, സ്വത്രം, ഇത് ചരിത്ര പറയുന്നത്, ആ കരയിൽ വന്ന് പകച്ചു നിൽക്കുമ്പം ഇവർക്ക് ഈ നദി കടന്നെങ്കിലേ പറ്റൂ. ദൈവം വിളിച്ചിറക്കിയത്. പക്ഷെ കടക്കാൻ കഴിയാതെ അവരവിടെ നിൽക്കുമ്പം വീണുപോയ 4 ദൂതന്മാർ, ആരാ? പൈശാചികമായ വീണുപോയ 4 ദൂതന്മാർ. സ്വത്രം, അബ്രഹാമിനെയും കുടുംബത്തെയും പിന്തുടർന്ന് വന്നെന്ന ഇവർ ഈ നദി കടന്നാൽ ഇവരെ ഈ നദിയിൽ മുക്കിക്കൊല്ലണം. ഇതവരെന്ത് ചെയ്യരുത്? കടക്കരുത്. കടന്നക്കര കയറിയാൽ വാക്തത്വം നിവർത്തിയാകും. അത് നിവർത്തിയാകാതിരിപ്പാൻ ഇവരെ ഈ നദിയിൽ എന്ത് ചെയ്യണം? മുക്കിക്കൊല്ലാൻ 4 പൈശാചിക ശക്തികൾ കച്ചകെട്ടി വന്നെന്നാണ്. പക്ഷെ ഇത് സ്വർഗം കണ്ടു. ആര് കണ്ട്? സ്വർഗം കണ്ടിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ യൂഫ്രട്ടീസ് നദിയിൽ ഇറങ്ങി വന്നെന്നാണ്. ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനെ സാറെ കൈക്ക് പിടിച്ച് ഈ നദി അപ്പുറം കടത്തിയെന്ന ചരിത്രം. നിനക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പം, നിനക്ക് അപ്പുറം കടക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പം നിന്നെ കൈക്ക് പിടിച്ച് കടത്തുന്ന യേശുവിന്റെ നാമത്തില് വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം, സ്തോത്രം. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്നത്, അന്ന് അബ്രഹാമിനെ സാറേയും കൈക്ക് പിടിച്ച് യൂഫ്രട്ടീസ് നദി കടത്തി ശേഖേം പട്ടണത്തിൽ എത്തിച്ച ദൂതൻ യേശുവായിരുന്നെന്നാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരുന്നെന്ന്. ഹലോ, അവൻ തന്റെ ദാസനെയും തന്റെ ദാസിയെ നദിയിൽ കൂടെ പിടിച്ച് അപ്പുറം എത്തിച്ചു. അതാ പറഞ്ഞ, നീ നദിയിൽ കൂടെ കടക്കും, പക്ഷെ നദി നിന്റെ മീതെ കവിയത്തില്ല. നീ നദിയിൽ കൂടെ കടന്നു പോകും, നീ മുങ്ങിപ്പോകത്തില്ല. പകച്ചു നിൽക്കുമ്പം കൈക്ക് പിടിച്ച് അപ്പുറം എത്തിക്കുന്ന ദൈവസ്നേഹം. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? 2026 8-ാം മാസം വന്ന് നിൽക്കുമ്പം എത്ര നദി കടന്നായി ഇവിടെ എത്തിയത്, എത്ര ആഴം കടന്നായി ഇവിടെ എത്തിയത്, എത്ര മഹാനദി കടന്നവരാ, ഇനി എത്ര നദി കടക്കാൻ ഉണ്ട്. അതെന്താ അബ്രഹാമിനെ സാറെ മുക്കിക്കൊല്ലാൻ പദ്ധതി ഇട്ടത്? എവരുടെ മേ കിടക്കുന്ന ദൂത് കേട്ടോ? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളായി മാറും. ഇനി ആ നക്ഷത്രം മാത്രമല്ല, ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉദയ നക്ഷത്രമുണ്ട്. ആ ഉദയ നക്ഷത്രത്തിന്റെ പേരാ നസ്രേനായ യേശു. അല്ല, മനസ്സിൽ ദൈവത്തെ കഴിയുന്നുണ്ടോ? ഈ നക്ഷത്രം നിന്നിൽ മറഞ്ഞു കിടപ്പുണ്ട്. നീ ഒരു സാധാരണക്കാരനല്ല, സാധാരണക്കാരി അല്ല. നിന്റെ അഭിഷേകം വലുതാ, നിന്റെ ശുശ്രൂഷ വലുതാ, നിന്റെ അകത്തെ വെളിപ്പാട് വലുതാ. അത് പുറത്തു വരാതിരിപ്പാൻ നിന്നെ പിന്തുടരുന്ന ഇരുട്ടിന്റെ പാരമ്പര്യത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൂതൻ അബ്രഹാമിനെയും സാറയും അപ്പുറം കടത്തിയിട്ട് മറ്റൊരു കാര്യം കൂടെ ഇവിടെ നടന്നെന്ന, ഈ അബ്രഹാമിനെയും കുടുംബത്തെയും തകർക്കാമെന്ന 4 ശക്തികളുണ്ടല്ലോ, 4 ദൂതന്മാർ. അവരെ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിച്ചെന്ന്, അറസ്റ്റ് ചെയ്ത് ബന്ധിച്ചെന്ന്. അവരെ ഇതുവരെ അഴിച്ചു വിട്ടിട്ടില്ല. അവരെ അടിച്ചുവിടുന്ന വെളിപ്പാട് പുസ്തകം 9:14
കിട്ടിയ ദൈവമക്കളൊന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 9:14 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 9:14. യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ഇവരെ അന്ന് ബന്ധിച്ചെന്നാ പറയുന്നത്. എവരെ അന്ന് എന്ത് ചെയ്തു? അബ്രഹാമിനെയും കുടുംബത്തെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വന്ന 4 ശക്തികളെ ഹലോ അന്ന് സ്വർഗം അറസ്റ്റ് ചെയ്തു. അവരെ ഇന്നും അവിടെ ബന്ധിച്ചിട്ടിരിക്കുക. അവരെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അടിച്ചു വിട്ടിട്ടില്ല. അവരെ ബന്ധിച്ചിരിക്കുന്ന സ്ഥലം യശയാപ്രവചനം 13:20, വെളിപ്പാട് 18. അവിടെ പറയുന്ന അവിടെ ആട്ടിടയർ ആടിനെ മേയ്ക്കുന്നില്ല, അവിടെ അറബിക്കാരൻ കൂടാരം അടിക്കുന്നില്ല, അവിടെ മനുഷ്യര് പാർക്കുന്നില്ല, അവിടെ സ്വത്രം ഭൂതങ്ങൾ നൃത്തം ചെയ്യുന്നു. ഭൂതങ്ങൾ, ബൈബിളിലെ വാക്യ ഭൂതങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന്. അങ്ങനൊരു സ്ഥലം യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ആഴത്തിലുണ്ടെന്ന് ചില വർഷങ്ങൾക്കും, എനിക്ക് 95 തോന്നുന്നു, റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പല ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ യൂഫ്രട്ടീസ് നദി ഉണങ്ങി വരണ്ട് കിടക്കുകയാണല്ലോ, ഒരു ഭാഗത്തൂടെ മാത്രം കുറച്ച് വെള്ളമേ ഉള്ളു. ഇതെന്താ ഇങ്ങനെ ഉണങ്ങി വരണ്ട് ഇത്രയും പെട്ടെന്ന് പോകാൻ കാരണമെന്ന് അവരത് പരിശോധിച്ച് ചെല്ലുമ്പോൾ, ഭൂഗർഭ അറകൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഗുഹകൾ കണ്ടെന്ന്. അബ്രഹാം ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന ഭാഗത്ത് എന്തോ കണ്ടെന്ന്. അന്ന് ക്രോസ് ചെയ്ത ഭാഗമുണ്ടല്ലോ, അബ്രഹാമും കുടുംബം ഇറങ്ങിയ ക്രോസ് ചെയ്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഇന്ന് വലിയ ഗുഹകൾ കണ്ടെന്ന്. ഹലോ, ഈ ഗുഹ എന്താണെന്ന് പരിശോധിക്കാൻ അവര് കയറി ചെന്നപ്പോൾ ഗുഹയ്ക്കകത്ത് വലിയ അമർച്ചകൾ കേട്ടെന്ന്, വലിയ ശബ്ദങ്ങൾ കേട്ടെന്ന്. അതിന് ചിലരകത്തോട്ട് കയറി ചെന്നപ്പോൾ അകത്തോട്ട് പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. അവര് ഭയന്ന് പുറത്തു ചാടി. അവരാ പദ്ധതി ഉപേക്ഷിച്ചെന്ന. ഹലോ, അതിൽ ഒരു മനുഷ്യൻ ദൈവമകനായിരുന്നു. അവൻ വേദപുസ്തകം വായിച്ച പറഞ്ഞ് ഇവിടെ ഈ പുള്ളികളെ ബന്ധിച്ചിട്ടേക്കുന്നത്. ഓ, അല്ല, മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടെ ഈ ദൂത് ഞാൻ ആത്മാവി പറയുമ്പോൾ. കർത്താവിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ സേവിക്കാനിറങ്ങിയ ചില ദൈവവൈതലിനെ വഴിയിൽ വെച്ച് ആയുസിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപ് പരാജയപ്പെടുത്താൻ പദ്ധതിയിട്ട് കച്ചകെട്ടിറങ്ങി വന്ന ഒരു ഇരുട്ടിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അറസ്റ്റ് ചെയ്ത് അവരെ അന്ന് അറസ്റ്റ് ചെയ്തു ബന്ധിച്ചു. അവരെ ഇതുവരെ എന്ത് ചെയ്തില്ല, എന്നാൽ അവരെ അഴിച്ചു വിടും. കർത്താവിന്റെ മടങ്ങി വരവ് കഴിഞ്ഞ് തന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 6ാമത്തെ കാഹള ഊതുമ്പോൾ സ്വർഗം പറയും അവരെ അഴിച്ചുവിട്. അതെന്താ ഇപ്പൊ അഴിച്ചുവിടാത്ത? ഒന്ന് വായിച്ചേ, താഴോട്ട് വായിച്ചേ. എന്താ അവർ അഴിച്ചുവിടാത്ത? അഴിച്ചുവിട്ടുള്ള കുഴപ്പം വായിച്ചേ. അഴിച്ചു വിട്ടാലുള്ള കുഴപ്പം വായിച്ചേ. ഉറക്കെയൊന്ന് വായിച്ചേ മാമേ. അഴിച്ചു വിട്ടാലുള്ള കുഴപ്പം മനുഷ്യരിൽ 1/3 അവരെന്ത് ചെയ്യും? കൊല്ലും. എന്നിട്ട് ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് അവരെന്ത് ചെയ്യുക? ഒരുങ്ങിയിരിക്കുന്നവരാ. മതി. എപ്പോഴാ? ആണ്ട്, മാസം, ദിവസം, നാഴിക എന്ന് പറഞ്ഞ സമയം. ഇത്രാം ആണ്ട്, ഇന്ന മാസം, ഇത്രാം തീയതി, ഇത്ര മണിക്ക് കൊല്ലണം, ദൂതേറ്റെടുത്തോണം. ഈ പ്രാർത്ഥനയുടെ 9ാം പകൽ നിനക്ക് വിരോധമായി എഴുതിയ ചില ഡേറ്റുകൾ, ചില മാസങ്ങൾ, വർഷങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്ത് നിന്റെ ഭാവിക്കെതിരെ എഴുതിയ ഡേറ്റുകൾ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ എഴുതിയ ഡേറ്റുകൾ, ദുഷ്ടൻ എഴുതിയ ഡേറ്റുകൾ
ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുമ്പോ അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച. യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില ഈ വർഷം എത്ര പ്രാവശ്യം നിനക്കെതിരെ ഡേറ്റ് എഴുതിയതാ? കഴിഞ്ഞ വർഷം എത്ര ഡേറ്റ് ശത്രു എഴുതിയതാ? ഓരോ ഡേറ്റും ദൈവം ക്യാൻസൽ ചെയ്ത്, ഓരോ ദിവസവും ദൈവം ക്യാൻസൽ ചെയ്ത് നിനക്കെതിരായി എഴുതിയ ചില ഡേറ്റുകളാണ് അതാത് സമയത്ത് ദൈവം ക്യാൻസൽ ചെയ്യുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവാത്മാവിന് സഭയെ അറിയിക്കുക, 2026 തീരുന്നതിന് മുൻപ് പിന്നെയും എഴുതിയ ചില ഡേറ്റുകൾ ഈ 10ാമത്തെ പകൽക്കാലം 9ാം പകൽ ദൈവാത്മാവിനെ ശാസിച്ച് അഭിഷേകമുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു. ദൈവശക്തി, 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 ദൈവശക്തി യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില. അഭിഷേകത്തെ ജ്വലിപ്പിച്ച്, അഭിഷേകത്തെ ജ്വലിപ്പിച്ച്. ഓ ഓ ദൈവശക്തി യേശുവിൻ നാമത്തില. യേശുവിൻ നാമത്തില. Praise the Lord. Praise the Lord. ആണ്ടും മാസവും ദിവസവും സമയവും എഴുതി കൈക്കൊണ്ട് നടന്നൊരു പുള്ളി ബൈബിളിലുണ്ട്. അവന്റെ പേര് ഹാമാൻ എന്ന. അറിയാം നിങ്ങൾക്ക്? സ്വത്രം. പുള്ളിയുടെ കച്ചത്തൊരു ഫയലിരിപ്പുണ്ട് എപ്പോഴും. ഈ ഫയലും വെച്ചോണ്ടാ ഇങ്ങനെ നടക്കുന്നത്. സ്വത്രം. ഈ ഫയലിനകത്ത് എഴുതി വെച്ചേക്കുന്ന യഹൂദ ജാതിയെ കൊല്ലാനുള്ള ഡേറ്റ് അല്ല, മനസ്സിലാകുന്നുണ്ടോ? ആരാധിക്കുന്ന ജനത്തെ നശിപ്പിക്കാൻ അവൻ അതിന്റെ ആണ്ടും മാസവും ദിവസവും സമയവും എഴുതി ഒപ്പും വെച്ചോണ്ട് നടക്കുക. രാജാവിന്റെ മുദ്രമോതിരമൊക്കെ അതി പതിപ്പിച്ച് അടുക്കി സൈനിട്ടോണ്ട് നടക്കുക. യേശുവിന്റെ നാമത്തില് ഈ ദൂതേറ്റെടുത്തോണം. നിനക്കെതിരെ ആര് സൈൻ ചെയ്താലും, നിനക്കെതിരെ ആര് ഒപ്പുവെച്ചാലും, ആര് സീല് വെച്ചാലും, ഒറ്റ ഉപവാസത്തിന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, നിനക്ക് വിരോധമായി ചെയ്ത ചില സൈനികൾ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്ത് ശാലാഭ ഗുഡാരഗച്ഛപ്രഭാന ഓരിബലബരബച്ഛപ്രഭാന. ദൈവശക്തി, 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 ദൈവശക്തി. ആണ്ടും മാസവും ദിവസവും സമയവും ഹാമാൻ രാജാവിനെ കൊണ്ട് എഴുതിപ്പിച്ച് രാജാവിന്റെ മുദ്രമോതിരം മേടിച്ച് അതിൽ സ്വത്ര സീല് പതിപ്പിച്ച് അടിക്ക് ഒപ്പും മേടിച്ച് ഫയല് ചുരുട്ടി കശത്ത് വെച്ച് കുറെ നാളുകൊണ്ട് ഇങ്ങനെ ചുറ്റുക.
മൊർദെഖായി അവിടെ ഉപസിച്ച് പ്രാർത്ഥിക്കും. ഇടയ്ക്കിടയ്ക്ക് നീ നോക്കും, അവനെ ഇങ്ങനെ ഒന്ന് ചുറ്റി കറങ്ങും. കൊട്ടാരത്തിന്റെ ആ വാതിലിലൂടെ, ഈ വാതിലൂടെ, മറ്റേ വാതിലിലൂടെ, അതിന്റെ പുറത്തൂടെ, പൂന്തോട്ടത്തിൽ കൂടെ ഒക്കെ ഒരു പുള്ളി ഇങ്ങനെ കറങ്ങുക, ഡേറ്റ് എഴുതിക്കൊണ്ട്. സ്വത്രം, ഈ ദൂത് ഏറ്റെടുത്തോണം. നിന്റെ വീടിനകത്തൂടെ കറങ്ങുന്ന, ദേശത്തൂടെ ഊടാടി നടക്കുന്ന, ചില ഡേറ്റുകൾ എഴുതി കൊണ്ട് നടക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയെ, ഉപവാസത്തിന്റെ ശക്തി കൊണ്ട് അതിനെ പിടിച്ചു കേട്ട് Praise the Lord. Praise the Lord. ഈ വിവരം അറിഞ്ഞ മൊർദെഖായി ഉപവാസം തുടങ്ങി, എസ്തേർ ഉപവാസം തുടങ്ങി. സ്വത്രം, ഉപവാസത്തിന്റെ അവസാന ദിവസം വിരുന്നൊരുക്കി രാജാവിനെ ഹാമാനെ വിളിച്ചു വരുത്തി. രാജാവ് ചോദിച്ചു, എസ്തേറെ, 127 സംസ്ഥാനം എനിക്കുണ്ട്, അതിന്റെ പാതി ചോദിച്ചു, ഇപ്പൊ തന്നേക്കാന്ന് പറഞ്ഞു. 127 സംസ്ഥാനത്തിന്റെ പകുതി സംസ്ഥാനം ചോദിച്ചോ, ഇപ്പൊ തന്നേക്കാം. എസ്തേർ പറഞ്ഞു, എനിക്ക് 127 സംസ്ഥാനത്തിന്റെ പാതിയും വേണ്ട, 127 സംസ്ഥാനം തരാന്ന് പറഞ്ഞാൽ അതും വേണ്ട. പിന്നെ എന്തു വേണം? എന്റെ ജാതിയെ കൊന്നുമുടിക്കാൻ ആണ്ടും മാസവും ദൈത്യവും എഴുതി നടക്കുന്ന ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്റെ ജനത്തെ വിടുവിച്ചെടുക്കണം. ഈ പ്രാർത്ഥനയുടെ ശക്തി കേട്ടോ, ഈ പ്രാർത്ഥനയുടെ ശക്തിയുണ്ടോ? ഉപവാസത്തിന് ശക്തിയുണ്ടോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ പോരാടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആണ്ടും മാസവും എഴുതിയ ശക്തിയെ ഇന്നും ബന്ധിച്ചിട്ടേക്കുക. അവരെ ഇതുവരെ എന്ത് ചെയ്തില്ല? അടിച്ചു വിട്ടിട്ടില്ല. എന്നാൽ അബ്രഹാമിനെ സാറയും ദൂതൻ വന്ന് കൈക്ക് പിടിച്ച് ഇപ്പുറം കടത്തി. അവരാദ്യമായിട്ട് വന്ന് പാർത്തടമാ ശേഖയും പട്ടണം. ഏതാ? അല്ലെങ്കിൽ സുഖാർ എന്ന പട്ടണം. സ്വത്രം. അവിടെ വന്നു കയറിയിട്ടും പിശാചവനെ വിട്ടില്ല. ഈ ശക്തിയുടെ ഒരു വ്യാപാര ശക്തി അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവിടെ വെച്ച് അബ്രഹാമിനെ ക്ഷീണിപ്പിച്ചു. മാനസികമായിട്ട് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. മാനസികമായി തളർന്നു. സ്വത്രം. അവിടെ നിന്ന് അവൻ മിസ്രൈമിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു. വർഷം 10 കഴിഞ്ഞു. എത്ര കഴിഞ്ഞ്? 10 കഴിഞ്ഞപ്പോൾ സാറയും അബ്രഹാമും കൂടെ മുഖാമുഖം നോക്കിയിട്ട് പറഞ്ഞു, ഇറങ്ങിത്തിരിച്ച നാളിൽ ദൈവം നമ്മളോട് പറഞ്ഞത് നക്ഷത്രങ്ങളെ തരാന്ന. എന്തോ തരാന്ന? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലാകുമെന്ന് പറഞ്ഞ ദൈവം നമ്മളെ വിളിച്ചിറക്കിയത്. നക്ഷത്രം പോയിട്ടൊരു മിന്നാമിന്നിയെ പോലും ദൈവം ഇതുവരെ നമുക്ക് തന്നില്ല. എന്നും കേൾക്കുന്ന ദൂതേതാ? പറ. നക്ഷത്രം വരും, നക്ഷത്രം തരും, നക്ഷത്രം വരുമെന്നാ പറയുന്നത്. നക്ഷത്രം പോയിട്ടൊരു മിന്നാമിന്നി പോലും ദൈവം നമുക്ക് തന്നില്ലല്ലോ. ഇനി നമ്മൾ നക്ഷത്രം പറഞ്ഞ് കാത്തിരുന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യം ചെയ്യ്. നമുക്ക് ദാസി എന്നൊരു മകനെ എന്ത് ചെയ്യാം? എടുക്കാം. ദാസി എന്നൊരു മകനെ എടുത്തു. അവന്റെ പേരാ ഇസ്മായേൽ. അവന് ദൈവമിട്ട പേരാ കാട്ടുകഴുതകൾ. എന്തുവാ? ദൈവം പറഞ്ഞു ദൂതേതാ? പറ. അബ്രഹാമിന്റെ വാഗ്ദത്തം ഏതാ? നിന്റെ സന്തതി, തലമുറ നക്ഷത്രങ്ങളാകുമെന്ന. ഇപ്പൊ വീട്ടിൽ
വീട്ടിൽ നിൽക്കുന്ന മൊത്തം ഏതാ ഇപ്പം? സിറ്റ് വീട്ടിൽ ചെന്ന 2-3 എണ്ണം, അടുക്കളയിൽ ചെന്ന എന്തെങ്കിലും മിണ്ടാത്ത, അടുക്കളയിൽ ചെന്ന ഒരു 3-4 എണ്ണം, ബെഡ്റൂമിൽ ചെന്ന 2 കാട്ടുകഴുതകൾ തമ്മിൽ കിടന്ന് എന്ത് ചെയ്യുക? അടി കൂടുക. പിന്നെ മിറ്റത്തും അയ്യത്തും പുറത്തും എല്ലാം ഇപ്പം എന്തുവാ? ദൂത് കേട്ടത് ഏതാ? വീട് മൊത്തം ഇപ്പം ഏതാ? അല്ല, മനസ്സിലായോ? വാക്തത്വം കിടക്കുന്നത് നക്ഷത്രങ്ങളെയാ. പക്ഷെ ആ സ്ഥാനത്ത് ഏതിനെ കൊണ്ട് കയറ്റി? ശത്രു ഏതിനെ കൊണ്ട് കയറ്റി? കാട്ടുകഴുതകളെ കൊണ്ട് വീട് നിറച്ചു. സ്വർഗം പറഞ്ഞ് നക്ഷത്രം ഇവിടെ വെളിപ്പെടണമെങ്കിൽ കാട്ടുകഴുത ഇറക്കി വിടണം, ജഡത്തിന്റെ ശക്തി ഇറക്കി വിടണം. വാക്തത്വം നിന്റെ ഭവനത്തിൽ വെളിപ്പെടണോ? ചില ജഡത്തിന്റെ ശക്തികൾ കീഴടങ്ങട്ടെ. ദൈവസഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ചില ജഡത്തിന്റെ ശക്തികൾ, ദൂതേറ്റ ദൈവത്തെ സ്തുതിച്ചോണം. ജഡത്തിന്റെ ശക്തി, ജഡത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ജഡം മാറിപ്പോകട്ടെ, ജഡം സഭയിൽ ഇറങ്ങിപ്പോകട്ടെ, ജഡം കുടുംബങ്ങളിൽ ഇറങ്ങിപ്പോകട്ടെ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഇറങ്ങിപ്പോകട്ടെ. ഓ ഓ യേശുവിന്റെ നാമത്തില് അവസാനം ജഡത്തിന്റെ ശക്തിയെ ഭവനത്തിൽ ഇറക്കി വിട്ടു. ഹലോ, വാക്തത്വം ജനിച്ചു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവന്റെ സന്തതി പരമ്പരകൾ ഓരോന്ന് പുറത്തു വന്നു. സ്വത്രം. അവസാനം യോസഫ് സ്വപ്നം കണ്ടു. സ്വത്രം. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. ആ നക്ഷത്രങ്ങൾ ആരാണെന്ന് യോസഫ് കണ്ടു. അല്ല, മനസ്സിലാക്കുന്നുണ്ടോ? പഴയ നിയമ സഭയാകുന്ന നക്ഷത്രം പുറത്തു വന്നു. ആ നക്ഷത്രത്തിൽ ഒരു പുരുഷനാണ് യാക്കോബ്. യാക്കോബിനെ നോക്കിയൊരു പ്രവാചകൻ പറഞ്ഞു, യാക്കോബിൽ ഒരു നക്ഷത്രം ഉദിക്കും. ഓ, യേശുവിന്റെ നാമത്തില് മോവാബിനെ തകർത്തു കളയുന്ന, ഇരുട്ടിന്റെ ശക്തിയെ തകർത്തു കളയുന്ന പൊരുതുന്ന ചില നക്ഷത്രങ്ങൾ യാക്കോബിൽ ഉദിച്ചു വരും. യേശുവിന്റെ നാമത്തില് ആ നക്ഷത്രമാ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ പുതിയ നിയമ നക്ഷത്രങ്ങൾ. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചാക്കിയേക്കുന്നിരുന്ന് ഉറങ്ങാനല്ല, മയങ്ങാനല്ല, ക്ഷീണിക്കാനല്ല, തളരാനല്ല. നീ പൊരുതി ജയിക്കണം. നിന്റെ ശത്രുവിനോട് നീ എന്ത് ചെയ്യണം? നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പറഞ്ഞാട്ടെ, വാഴ്ചകളോടുമാ, അധികാരങ്ങളോടുമാ, സ്വലോഹങ്ങളിലെ ദുഷ്ടാത്മ സേനകളോട് പൊരുതി ജയിക്കണം. അങ്ങനെ ജയിച്ച നക്ഷത്രങ്ങളെ പൗലോസ് വിളിച്ചിരിക്കുന്ന പേരാണ് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ നിങ്ങൾ, പറഞ്ഞാട്ടെ, ജ്യോതിസുകളെ പോലെ. ജ്യോതിസുകൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിന് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ. ആ ജ്യോതിസുകളാണ് ദൈവമക്കൾ. പ്രാപിച്ചവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു, ആത്മമണ്ഡലത്തിൽ പോരാടി പ്രാർത്ഥിച്ചു. വലിയൊരു ദൈവത്തിന്റെ മഹത്വം, വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു ദൈവ സാന്നിധ്യം. സഭ പൊരുതട്ടെ, സഭ പൊരുതട്ടെ. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, കഴിവുകൊണ്ട് അഭിഷേകത്തെ ജ്വലിപ്പിച്ച്, അഭിഷേകത്തെ ജ്വലിപ്പിച്ച് പോരാടി പോരാടി പ്രാർത്ഥിക്കുക. പോരാടി. പൊരുതിയവൻ ജയിക്കും, പൊരുതുന്നവൻ ജയിക്കും, പൊരുതുന്നവൻ ജയിക്കും, പൊരുതുന്നവൻ ജയിക്കും. ഓ,
വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ സാന്നിധ്യം. ജ്യോതിഷികളെ പോലെ സഭ പ്രകാശിക്കട്ടെ, ജ്യോതിഷികളെ പോലെ സഭ പ്രകാശിക്കട്ടെ. ഈ ലോകത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ പ്രകാശമായി. ഇനി തോൽവി അല്ല, സഭയ്ക്കൊരു വലിയ വിജയം, കുടുംബങ്ങൾക്കൊരു വിജയം. തോറ്റെന്ന് പറഞ്ഞെടുത്ത്, തോപ്പിച്ചെന്ന് പറഞ്ഞെടുത്ത്, പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞെടുത്ത് നക്ഷത്രങ്ങൾ പൊരുതി ജയിക്കുന്നത് പോലെ സഭ ആത്മാവിൽ പൊരുതി അടുത്ത മണ്ഡലത്തിലേക്ക് ജയിച്ചു കയറുന്ന കാഴ്ച യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവില് സഭ ജയിച്ചു കയറുന്നത് പോലെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള സമയമെടുക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങളൊന്ന് അടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ചേർന്ന് പാടിക്ക, ചേർന്ന് ആത്മാവിലും ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഓ ശാരകക്ഷപ്രഭാൻ, അഭിഷേകമുള്ള ദൈവമക്കൾ അഭിഷേകത്തെ ജ്വലിപ്പിക്കട്ടെ. അഭിഷേകമുള്ളവർ അഭിഷേകത്തെ ജ്വലിപ്പിക്കട്ടെ. അന്യഭാഷകളിൽ ആരാധിക്കട്ടെ. പല നക്ഷത്രങ്ങളും പരാജയപ്പെട്ടപ്പോ, പല നക്ഷത്രങ്ങളും വീണുകിടക്കും, പല നക്ഷത്രങ്ങളും കറുപ്പെടുത്ത് നിൽക്കുമ്പോ, പല നക്ഷത്രങ്ങളും സർപ്പത്തിന്റെ മാലി കുടുങ്ങിപ്പോയപ്പോ കർത്താവിന് വേണ്ടി പൊരുതുവാൻ ദൈവം വേർതിരിച്ച് ആത്മീയ നക്ഷത്രങ്ങൾ, അഭിഷേകമുള്ള നക്ഷത്രങ്ങൾ ആത്മാവിൽ ജ്വലിക്കട്ടെ. ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു വിടുതൽ തുറക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. ആമേൻ. കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ അഭിഷേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കും.